ഓക്കെ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട പ്രൊഡക്ഷൻ തിയറീസ് ആയിരുന്നു അല്ലെ. അതിൽ നമ്മൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ തൊട്ട് മുമ്പായിട്ട് കോബ് ഡൗഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരു മിനിറ്റ് കേട്ടോ. ഓക്കെ, അതുപോലെ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് നമുക്ക് ബേസിക്കലി ഇന്ന് നോക്കാനുള്ളത്. അതിന് മുമ്പായിട്ട് നമ്മൾ ലിയോണ്ടീഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷനും അതുപോലെ തന്നെ കോബ് ഡൗഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനും നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ. ഇന്ന് നമുക്ക് നോക്കാനുള്ളത് കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. CES പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ബേസിക്കലി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കോബ് ഡൗഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ ഒരു അസംഷൻ, പ്രധാനപ്പെട്ട ഒരു അസംഷൻ ആയിരുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എപ്പോഴും 1 ആയിരിക്കും എന്നുള്ളത്. അതായത് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഏതാണ്? നമ്മൾ ആൽഫയും ബീറ്റയും നമ്മൾ നോർമലി നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ അത് തമ്മിൽ നമുക്ക് ലേബറും ഉണ്ട് ക്യാപിറ്റലും ഉണ്ട്. ലേബറിനെയും ക്യാപിറ്റലിനെയും പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഇലാസ്റ്റിസിറ്റി ഈസ് ആൾവേസ് 1 എന്നാണ് കോബ് ഡൗഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ പറഞ്ഞിരുന്നത്. അപ്പൊ ആ ഒരു അസംഷൻ മാറ്റുക, അങ്ങനെ 1 അല്ല അതിനപ്പുറത്തേക്കും പോസിബിൾ ആകും എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് ബേസിക്കലി കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നുള്ളത്. ഇതിന്റെ ഒരു ജനറൽ ഫോം ഉണ്ട്. ഇത് ചില സമയത്ത് എക്സാമിന് ചോദിക്കാറുണ്ട്. Q ഈസ് ഈക്വൽ ടു A times then multiplied by delta K raised to the power minus rho plus 1 minus delta times L raised to the power minus rho close the bracket all raised to the power minus 1 over rho. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്. ഇത് ഈ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ തന്നിട്ട് ഇത് ഏത് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാവുന്ന രൂപത്തിൽ ചോദിക്കാറുണ്ട്. അപ്പൊ ഇതിൽ എ എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി പാരാമീറ്റർ ആണ്. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ ഉണ്ട്. റോ എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്റർ ആണ്. ഓക്കെ, ഡെൽറ്റ ഇതാണ് ഡെൽറ്റ. ഇത് സ്മാൾ ലെറ്റർ ഡെൽറ്റ ആണ്. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്റർ ആണ്. റോ എന്ന് പറഞ്ഞാൽ അത് സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്റർ ആണ്. പിന്നെ ഇതിലെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പലപ്പോഴും കാണാറുള്ളത് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കാണാറുള്ളത്. എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ? ഇതിനെ നമ്മൾ കാണാറുള്ളത് 1/1 പ്ലസ് റോ എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ്. 1/1 പ്ലസ് റോ എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനെ ഈ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ ഫംഗ്ഷനിൽ കാണാറുള്ളത്. അതൊരു പ്രോബ്ലം ആയിട്ട് ഒന്നും ചോദിക്കാറില്ല. അതേസമയം ഈ ഇക്വേഷൻസ് ഐഡന്റിഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട്, ഇക്വേഷൻസ് തന്നിട്ട് അതിൽ നിന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. വോയിസ് കുറയുന്നുണ്ടോ? ഇപ്പൊ ഓക്കെ ആണോ? ഓക്കെ. അപ്പോ കോൺസ്റ്റന്റ് ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ പ്രധാനപ്പെട്ട ഐഡിയ എന്ന് പറഞ്ഞാല്, അതായത് ഇലാസ്റ്റിസിറ്റി സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ലേബറും ഉണ്ട് ക്യാപിറ്റലും ഉണ്ട്. ഇൻസ്റ്റെഡ് ഓഫ് ക്യാപിറ്റൽ നമുക്ക് ലേബറിനെ യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഇൻസ്റ്റെഡ് ഓഫ് ലേബർ നമുക്ക് ക്യാപിറ്റലിനെ യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പൊ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റന്റ് ആണ്, പക്ഷെ എന്തല്ല, 1 അല്ല. അതായത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫാക്ടേഴ്സിനെ ഒന്നും കൂടി ഈസി ആയിട്ട് പരസ്പരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അതായത് പാരാമീറ്റർ വാല്യൂ നമ്മളിവിടെ പറഞ്ഞില്ലേ, പാരാമീറ്റർ ആയിട്ട് ഡിസ്ട്രിബ്യൂഷൻ പാരാമീറ്ററും ഉണ്ട്, അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്ററും ഉണ്ട്. അപ്പൊ ഈ സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്ററിന്റെ വാല്യൂ, റോയുടെ വാല്യൂ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, CES പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമുക്ക് വാല്യൂസിനെ മാറ്റാൻ പറ്റും. അതായത് ഇതിന്റെ വാല്യൂ ഇൻഫിനിറ്റി ആണെങ്കിൽ അത് ലീനിയർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ലീനിയർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്.
ഇനി ഈ സബ്സ്റ്റിറ്റ്യൂഷൻ പാരാമീറ്ററിന്റെ വാല്യൂ 1 ആണെങ്കിൽ അത് കോബ് ഡൗഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ഇനി അതല്ല സബ്സ്റ്റിറ്റ്യൂഷന്റെ വാല്യൂ 0 ആണെങ്കിൽ അത് പെർഫെക്റ്റ് കോംപ്ലിമെന്റ് അതായത് ലിയോൺഡീഫ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. ഫാക്ടേഴ്സ് പരസ്പരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു നിലക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇതിൽ നിന്നും എക്സാമിന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് ഏതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ കേസസ് ലീനിയർ പ്രൊഡക്ഷൻ ഫംഗ്ഷന്റെ വാല്യൂസ്, പാരാമീറ്ററിന്റെ വാല്യൂസ് ഇൻഫിനിറ്റി ആണെങ്കിൽ അത് ലീനിയർ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ്. കോബ് ഡൗഗ്ലാസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആകുന്ന സമയത്ത് പാരാമീറ്ററിന്റെ വാല്യൂ 1 ആണ്. അതുപോലെ ലിയോൺഡീഫ് ഫംഗ്ഷൻ ആകുന്ന സമയത്ത് പാരാമീറ്ററിന്റെ വാല്യൂ 0 ആണ് എന്നിങ്ങനെ നമ്മുടെ എക്സാമിൽ ചോദിക്കാറുണ്ട്. ഇത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം. ഇനിയുള്ളതാണ് ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. അതായത് ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇൻപുട്ടുകളെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, ഇപ്പൊ ടി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതേ പ്രപ്പോർഷൻ ആയിട്ടുള്ള ഒരു മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് ഔട്ട്പുട്ടിലും കാണാൻ പറ്റും. ഇൻപുട്ടിൽ നമ്മൾ എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അതായത് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഇൻക്രീസ് ചെയ്യുകയോ ഡിക്രീസ് ചെയ്യുകയോ ആണെങ്കിൽ അതേ കാര്യം തന്നെ നമുക്ക് ഔട്ട്പുട്ടിലും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഇത്ര മനസ്സിലാക്കിയാൽ മതി. പോസിറ്റീവ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടി എന്ന് പറയുന്ന ഒരു വാല്യൂ കൊണ്ട് നമ്മൾ എല്ലിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു, കെനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതെന്തായിട്ട് ഇത് ഇൻപുട്ടിന്റെ കേസാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു മൾട്ടിപ്ലിക്കേഷന്റെ ഭാഗമായിട്ട് ഇതേ വാല്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, ഔട്ട്പുട്ടിലും ഒരു ടോട്ടൽ ആയിട്ട് ഉള്ള ഒരു മാറ്റം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയാം. സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കുക. ഒരു കോൺസ്റ്റന്റ് കൊണ്ട് നമ്മൾ ഇൻപുട്ടുകളെ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റ് നമ്മൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അതേ വാല്യൂ, എക്സാക്ട്ലി സെയിം വാല്യൂ ഔട്ട്പുട്ടിലും ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ളതിനെയാണ് നമ്മൾ ഹോമോജീനിയസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയാം. ഇനി പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് മാത്തമാറ്റിക്കൽ എക്കണോമിക്സിലും അതുപോലെ തന്നെ മൈക്രോ ഇക്കണോമിക്സിലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് യൂളേഴ്സ് തിയറം എന്നുള്ളത്. യൂളേഴ്സ് തിയറം നിങ്ങൾ ജസ്റ്റ് ഈ ഒരു റെഡ് ബോക്സിൽ കൊടുത്ത, ഈ റെഡ് ലെറ്ററിൽ കൊടുത്തത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. യൂളേഴ്സ് തിയറം എന്ന് പറഞ്ഞാല്, അതായത് ലേബറും ക്യാപിറ്റലും, ഇപ്പൊ ലേബറിനും ക്യാപിറ്റലിനും അവരുടെ മാർജിനൽ പ്രൊഡക്റ്റുകൾക്ക് അനുസൃതമായിട്ടാണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ എൻറ്റയർ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, എക്സ്പോസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ അവിടെ എന്തുണ്ടാവില്ല, സർപ്ലസും ഉണ്ടാവില്ല, ഡെഫിസിറ്റും ഉണ്ടാവില്ല. ഒന്നും കൂടി ശ്രദ്ധിക്കുക. യൂളേഴ്സ് തിയറം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലേബറിനെയും ക്യാപിറ്റലിനെയും, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ നമ്മൾ അതിന്റെ മാർജിനൽ പ്രൊഡക്റ്റുകൾക്ക് അനുസൃതമായിട്ട് പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, എക്സ്ഹോസ്റ്റ് ചെയ്യും. എക്സ്ഹോസ്റ്റ് ചെയ്യുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവിടെ സർപ്ലസ് ഉണ്ടാവില്ല, ഡെഫിസിറ്റും ഉണ്ടാവില്ല. അതായത് നമ്മളൊരു ബിസിനസ് നടത്തുന്നുണ്ട്. ഈ ബിസിനസ്സിൽ നമുക്ക് ലേബറും ഉണ്ട്, ക്യാപിറ്റലും ഉണ്ട്. നമ്മളൊരു പ്രൊഡക്ഷന്റെ കേസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ലേബറും ഉണ്ട്, ക്യാപിറ്റലും ഉണ്ട്. ലേബറും ക്യാപിറ്റലും ഉണ്ടെങ്കിൽ ലേബറിന് അതിന്റെ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ലേബർ എത്രയാണോ അതിന് തുല്യമായ വേജും, ക്യാപിറ്റലിന് അതിന്റെ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ക്യാപിറ്റൽ എത്രയാണോ അതിന് തുല്യമായ ഇൻട്രസ്റ്റും നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, എക്സ്ഹോസ്റ്റ് ചെയ്യും. എക്സ്ഹോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അവിടെ സർപ്ലസും ഉണ്ടാവില്ല, അവിടെ ഡെഫിസിറ്റും ഉണ്ടാവില്ല. നോ സർപ്ലസ്, നോ ഡെഫിസിറ്റ്. ആ ഒരു സിറ്റുവേഷനിലേക്ക് എന്ത് ചെയ്യും, അത് പോകും. ഇതാണ് യൂളേഴ്സ് തിയറം. അതിനപ്പുറത്തേക്ക് ഇതിന് കുറെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസും ഒക്കെ ഉണ്ട്. പക്ഷെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് എന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നമുക്ക് മാത്തമാറ്റിക്കൽ എക്കണോമിക്സിന്റെ ഏരിയയിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ PYQs ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് മാത്തമാറ്റിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ ഇത്ര മനസ്സിലാക്കി വെക്കുക. യൂളേഴ്സ് തിയറം എന്ന് പറഞ്ഞാൽ ലേബറിനെയും ക്യാപിറ്റലിനെയും അവരുടെ മാർജിനൽ പ്രൊഡക്റ്റുകൾക്ക് അനുസൃതമായിട്ട് നമ്മൾ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ എൻറ്റയർ ഔട്ട്പുട്ട് എന്ത് ചെയ്യും, അത് എക്സ്ഹോസ്റ്റ് ചെയ്യും. എക്സോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവിടെ സർപ്ലസും ഉണ്ടാവില്ല, അവിടെ ഡെഫിസിറ്റും ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചറിലേക്ക് പോകാം. പ്രധാനമായിട്ടും നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ഡിഫറെന്റ് മാർക്കറ്റ് സ്ട്രക്ചറുകളാണ്.
അതിൽ ആദ്യമായിട്ടുള്ളതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന വേർഡ് തന്നെ ഉണ്ടല്ലേ, അവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. അവിടെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ട്. അതായത് ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സും ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ ഉണ്ടാവുക. വാട്ട് ഈസ് ഹോമോജീനിയസ് പ്രൊഡക്റ്റ്? ഐഡന്റിക്കൽ അതായത് ഒരുപോലെയുള്ള പ്രൊഡക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ഇൻഡിവിജ്വൽ ഫേമിന് പോലും മാർക്കറ്റ് പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റൂല. എല്ലാ ഫേമുകളും എന്തായിരിക്കും? പ്രൈസ് ടേക്കേഴ്സ് ആയിരിക്കും. എന്താണോ മാർക്കറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ള പ്രൈസ്, ആ പ്രൈസ് ഏറ്റെടുക്കുന്ന ആളുകളായിരിക്കും ആ ഒരു മാർക്കറ്റിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ മാർക്കറ്റിലെ പ്രൈസ് ആ ഒരു ഇൻഡസ്ട്രിയിലെ ഡിമാൻഡും സപ്ലൈയും കൂടിയായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന്, ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ഉണ്ടാവും. ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആയിരിക്കും. ഹോമോജീനിയസ് പ്രൊഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐഡന്റിക്കൽ ആയിട്ടുള്ള ഒരുപോലെയുള്ള പ്രൊഡക്റ്റുകളായിരിക്കും. ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ഓഫ് ഫേംസ് ഉണ്ടാവും. ഫേംസിന് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ താല്പര്യത്തിനനുസരിച്ച് മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാനും അവരുടെ താല്പര്യത്തിനനുസരിച്ച് മാർക്കറ്റ് ലീവ് ചെയ്യാനും പറ്റും. പെർഫെക്റ്റ് നോളജ് എമംഗ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും ഇടയിൽ പെർഫെക്റ്റ് നോളജ് ഉണ്ടാവും. പെർഫെക്റ്റ് നോളജ് അബൌട്ട് വാട്ട്? പെർഫെക്റ്റ് നോളജ് അബൌട്ട് പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് ആൾസോ ദ ക്വാളിറ്റി ഓഫ് ദ പ്രൊഡക്റ്റ്. അതുപോലെ തന്നെ പെർഫെക്റ്റ് മൊബിലിറ്റി ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് എന്നാണ് അർത്ഥം. ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്കുള്ള മൂവ്മെന്റിനെയാണ് നമ്മൾ മൊബിലിറ്റി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുപോലെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എന്റർപ്രണർഷിപ്പ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൊബൈൽ ചെയ്യാൻ പറ്റും. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നോ ട്രാൻസ്പോർട്ട് കോസ്റ്റ് ഓർ സെല്ലിംഗ് കോസ്റ്റ്. സെല്ലിംഗ് കോസ്റ്റ് കൊണ്ട് നമ്മൾ കാര്യമായിട്ട് ഉദ്ദേശിക്കുന്നത് അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ആണ്. അഡ്വർടൈസ്മെന്റ് കോസ്റ്റ് ആണ് നോർമലി നമ്മൾ മൈക്രോ ഇക്കണോമിക്സിൽ സെല്ലിംഗ് കോസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സെല്ലിംഗ് കോസ്റ്റും അവിടെ എന്തുണ്ടാവില്ല? നമ്മുടെ ഈ ഒരു കേസിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഉണ്ടാവില്ല. പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കുക, എപ്പോഴും എന്തായിരിക്കും? ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂവും പ്രൈസും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ആവറേജ് റവന്യൂവും മാർജിനൽ റവന്യൂവും പ്രൈസും ഈക്വൽ ആയിരിക്കും. ഡിമാൻഡ് കർവ്, ഒരു ഇൻഡിവിജ്വൽ ഫേം ഫേസ് ചെയ്യുന്ന ഡിമാൻഡ് കർവ് എപ്പോഴും പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയിരിക്കും. അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആയിരിക്കും. കാരണം ഒരു ഫേമിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല. ഇപ്പൊ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കർവ് എങ്ങനെയാ വരിക? ഇങ്ങനെയാണ് കർവ് വരല്ലേ. ഇതാണ് എം ആർ ഇസ് ഈക്വൽ ടു എ ആർ ഈസ് ഈക്വൽ ടു പ്രൈസ് എന്ന് പറയുന്ന ലൈന്. അതായത് ഇവിടെ നമുക്ക് പ്രൈസിനെ ഫിക്സ് ചെയ്യാൻ, ഒരു ഫേമിന് പോലും അതിന്റെ പ്രൈസിനെ ഫിക്സ് ചെയ്യാനോ പ്രൈസിനെ തീരുമാനിക്കാനോ പറ്റൂല. മാർക്കറ്റ് എന്താണോ പറയുന്നത്, മാർക്കറ്റ് എന്താണോ ഫിക്സ് ചെയ്തിട്ടുള്ളത്, ആ പ്രൈസിൽ സാധനങ്ങളും സേവനങ്ങളും വിൽക്കുക എന്നല്ലാതെ മറ്റൊന്നും ഒരു ഫേമിന് എന്ത് ചെയ്യാൻ പറ്റൂല, ചെയ്യാൻ പറ്റൂല എന്നുള്ളതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. അപ്പൊ ഫേം ഇവിടെ എപ്പോഴാണ് ഇക്വിലിബ്രിയത്തിലേക്ക് റീച്ച് ചെയ്യുന്നുണ്ടാവുക? എം ആർ ഇസ് ഈക്വൽ ടു എം സി. അതായത് രണ്ട് കണ്ടീഷനാണ് ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലുള്ളത്. നമ്മൾ പറഞ്ഞു ഇതാണ് എം ആർ കർവ്, ഇതാണ് എം ആർ കർവ്. അപ്പൊ എം സി കർവ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇതാണ് എം സി കർവ്. അപ്പൊ രണ്ട് കണ്ടീഷനാണ് ഒരു ഇക്വിലിബ്രിയം കണ്ടീഷന് വേണ്ടിയിട്ട് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഉണ്ടാവുക. ഒന്ന്, ഫസ്റ്റ് കണ്ടീഷൻ ആണ് എന്ത്? എം ആർ ഈസ് ഈക്വൽ ടു എം സി. രണ്ടാമത്തെ കണ്ടീഷൻ ആണ് എന്ത്? എം ആർ ഷുഡ് കട്ട് എം സി ഫ്രം ബിലോ. എം ആർ എന്ത് ചെയ്യണം? സോറി, എം സി കട്ട് എം ആർ ഫ്രം ബിലോ എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു കണ്ടീഷനും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ രണ്ട് പോയിന്റിൽ എം സി കട്ട് ചെയ്യുന്നുണ്ടല്ലോ. എ എന്ന് പറയുന്ന ഈ പോയിന്റിലുണ്ട്, ബി എന്ന് പറയുന്ന ഈ പോയിന്റിലുണ്ട്. ഇതിൽ ഏത് പോയിന്റിലാണ് നിങ്ങൾക്ക് നമുക്ക് ഇക്വിലിബ്രിയം കണ്ടെത്താൻ പറ്റുക? പോയിന്റ് എയിലാണോ പോയിന്റ് ബിയിലാണോ?
യെസ്, പോയിന്റ് ബിയിലായിരിക്കും. അതിന്റെ കാരണം എന്താണ്? എം സി കട്ട് എം ആർ ഫ്രം ബിലോ, താഴെ നിന്ന് എം സി കട്ട് ചെയ്ത് പോകുന്നത് പോയിന്റ് ബിയിലാണ്. അതെ. ഇനി ഇതില് ഷോർട്ട് റണ്ണില് ഒരു ഫേം ഒരു പക്ഷേ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ നോർമൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ്, ഈ മൂന്ന് കണ്ടീഷനും പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമുക്ക് പറയാൻ പറ്റും. സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നോർമൽ പ്രോഫിറ്റിന്റെ മുകളിലുള്ള പ്രോഫിറ്റിനെയാണ് നമ്മൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയാ. നോർമൽ പ്രോഫിറ്റിന്റെ മുകളിലുള്ള പ്രോഫിറ്റിനെയാണ് നമ്മൾ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്ന് പറയാം. അതായത് നല്ല പ്രോഫിറ്റ്. പക്ഷെ ലോങ് റണ്ണിൽ നമുക്ക് എപ്പോഴും നോർമൽ പ്രോഫിറ്റ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ലോങ് റണ്ണിൽ നോർമൽ പ്രോഫിറ്റ് മാത്രം കാണാൻ പറ്റുന്നത്? ലോങ് റണ്ണിന്റെ കേസിൽ ഇവിടെ ഫ്രീ എൻട്രിയും ഫ്രീ എക്സിറ്റും ഉള്ളത് കൊണ്ട് എപ്പോ വേണമെങ്കിലും ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ ഒരു മാർക്കറ്റിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെയൊക്കെ ഒരു സ്വഭാവം എന്താണ്? ഒരു മാർക്കറ്റിൽ ഇവിടെ ഒരു മാർക്കറ്റ് ഉണ്ട്. ഈ മാർക്കറ്റിൽ ഇപ്പൊ ഞാനുണ്ട്, മെഹബൂബയുണ്ട്, ദെൻ പിന്നെ ആരാളുടെ, ഇപ്പൊ ടേക്ക് എൻ എക്സാമ്പിൾ, ഞങ്ങൾ രണ്ടാളെ എടുക്കുന്നുണ്ട്. ഈ രണ്ടാളെ എടുക്കുന്ന സമയത്ത് ഇവിടെ ഞാനും മെഹബൂബയും നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പുറത്ത് നിന്ന് ഒരാൾക്കൊരു അസൂയ ഉണ്ടാവും. ഇവിടെ ഈ ഒരു മാർക്കറ്റിൽ നല്ല നല്ല കച്ചവടം നടക്കുന്നുണ്ട്, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അടുത്ത ആള് മാർക്കറ്റിലേക്ക് വന്ന് ജി എന്ന് പറയുന്ന ആള് വന്നു, പിന്നെ കെ വരും, എൽ വരും, എൻ വരും, പി വരും. അപ്പൊ ഒരുപാട് ആളുകളാകുന്ന സമയത്ത് ആ പ്രോഫിറ്റ് കുറയും, ഇല്ലേ? ഇനി ഇതുപോലെ ഇത് പ്രോഫിറ്റിന്റെ കേസിൽ. ഇനി ഈ മാർക്കറ്റ് നഷ്ടാന്ന് കൂട്ടിക്കോളൂ. ഈ മാർക്കറ്റിൽ നഷ്ടാണുള്ളത്, ലോസ് ആണുള്ളത്, ലോങ് റണ്ണിന്റെ കേസിൽ കേട്ടോ, നഷ്ടാണുള്ളത്. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ചില ഫേമുകൾ, ചിലപ്പോൾ മെഹബൂബ് പുറത്തേക്ക് പോകും, ചിലപ്പോൾ ജി പുറത്തേക്ക് പോകും, എൻ പുറത്തേക്ക് പോകും. ഞങ്ങൾ മൂന്നാള് മാത്രമായിട്ട് ഈ ബിസിനസ് മാറും. സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ലാഭം ഉണ്ടാവും. അപ്പൊ ഫ്രീ എൻട്രി ആൻഡ് ഫ്രീ എക്സിറ്റ് ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ഫ്രീ എൻട്രി ആൻഡ് ഫ്രീ എക്സിറ്റ് ഇൻ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല? ഷോർട്ട് റണ്ണിൽ നോർമൽ പ്രോഫിറ്റും സൂപ്പർ നോർമൽ പ്രോഫിറ്റും അതുപോലെ തന്നെ ലോസും ഒക്കെ ഉണ്ടാവും. പക്ഷേ ലോങ് റണ്ണിൽ നമുക്ക് ഒരിക്കലും സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവില്ല, നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് അബ്നോർമൽ പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പുതിയ ഫേംസ് എന്ത് ചെയ്യും? ബിസിനസ്സിൽ നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നിട്ട് അബ്നോർമൽ പ്രോഫിറ്റ് പോകും. ലോസ് ഉണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിലുള്ള ചില കമ്പനീസ്, ചില ഫേംസ് പുറത്തേക്ക് പോയി ആ ലോസും പോകും എന്നുള്ളതാണ്. അപ്പൊ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് ബേസിക്കലി ഇക്കണോമിക്കലി എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു കേസ്. അതായത് പ്രൈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ കേസിൽ പ്രൈസ് ഈക്വൽ ടു മാർജിനൽ കോസ്റ്റ്. അതുപോലെ തന്നെ റിസോഴ്സസ് എന്താണ്? ദേ ആർ ഒപ്റ്റിമലി അലോക്കേറ്റഡ്. കൺസ്യൂമർ വെൽഫെയർ അതുപോലെ മാക്സിമൈസ്ഡ് ആണ്. പക്ഷേ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ തിയററ്റിക്കൽ ആണ്. കാരണം നമുക്ക് റിയൽ വേൾഡില് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ എല്ലാ ഫീച്ചേഴ്സും അക്സെപ്റ്റ് ചെയ്യുന്ന, എല്ലാ ഫീച്ചേഴ്സും സ്വാധീനിക്കുന്ന, എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു ബിസിനസ്സിനെ കാണാൻ പറ്റില്ല. അപ്പൊ രണ്ടാമത്തെ ഒരു മോഡൽ ഓഫ് മാർക്കറ്റ് ആണെന്ത്? മൊണോപ്പൊളി എന്നുള്ളത്. മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ കുത്തകയാണ്. കുത്തക എന്ന് പറഞ്ഞാൽ സിംഗിൾ സെല്ലർ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു മാർക്കറ്റിനെയാണ് നമ്മൾ മൊണോപ്പൊളി എന്ന് പറയാ. പെർഫെക്റ്റ് കോമ്പറ്റീഷന് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ റിയൽ വേൾഡിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എക്സാമ്പിൾ ഇല്ല. റിയൽ വേൾഡിൽ കോമ്പറ്റീഷൻ എക്സാമ്പിൾ ഇല്ല കേട്ടോ. റിയൽ വേൾഡിൽ വളരെ റയർ ആയിട്ടാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഒക്കെ എക്സാമ്പിൾ ഉണ്ടാവുക. ഇനി ഉണ്ടോന്ന് എനിക്ക് അറിയൂല. മൊണോപ്പൊളിക്കും റിയൽ വേൾഡിൽ നമുക്ക് വളരെ റയർ ആയിട്ടുള്ള എക്സാമ്പിൾ ഒക്കെ പറയാൻ പറ്റും. ഇന്ത്യൻ റെയിൽവേ മൊണോപ്പൊളിക്ക് ഒരു എക്സാമ്പിൾ ആണ്. ഇന്ത്യയിലെ ഇന്ത്യൻ റെയിൽവേ അല്ലാണ്ട് വേറെ ആരും റെയിൽവേ സിസ്റ്റം കൊണ്ടാവുന്നില്ല അല്ലേ? അപ്പൊ ഇന്ത്യൻ റെയിൽവേ മൊണോപ്പൊളിക്ക് ഒരു എക്സാമ്പിൾ ആണ്. മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ സിംഗിൾ സെല്ലർ കൺട്രോൾസ് ദ എൻറ്റയർ മാർക്കറ്റ് ഫോർ എ കൊമ്മോഡിറ്റി വിത്ത് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഒരു ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സും ഇല്ലാത്ത, സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന. അപ്പൊ പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗുഡ്സും ഇല്ലാത്ത ഒരൊറ്റ ഫേം അത് വിൽക്കുന്ന ഒരു പ്രൊഡക്റ്റ് മാത്രം അവൈലബിൾ ആയിട്ടുള്ള മാർക്കറ്റുകളെയാണ് നമ്മൾ മൊണോപ്പൊളി എന്ന് പറയാം. അപ്പോ ഈ പ്രൈസില് ആ എക്കോണമിയിൽ, ആ ഒരു മാർക്കറ്റിലുള്ള പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിൽ മൊണോപ്പൊളിക്ക് പവർ ഉണ്ടാവും. മോണോ എന്ന് പറഞ്ഞാൽ സിംഗിൾ ആണ്, പോളി എന്ന് പറഞ്ഞാൽ സെല്ലർ ആണ്.
മൊണോപ്പൊളിയുടെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ആണ് ഒന്ന് സിംഗിൾ സെല്ലർ, നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ. അതുപോലെ തന്നെ നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്, പ്രൊഡക്റ്റുകൾക്ക് എന്തില്ല, സബ്സ്റ്റിറ്റ്യൂട്ടുകൾ, പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റിറ്റ്യൂട്ടുകൾ, പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ സ്ട്രോങ് ബാരിയേഴ്സ് ടു എൻട്രി, ആ ഒരു ഇക്കോണമിയിലേക്ക് കടക്കുന്നതിന് ഒരുപാട് ബാരിയേഴ്സ് ഉണ്ടാവും. ആ ഒരു ഇക്കോണമിയിലേക്ക് കടക്കുന്നതിന് ഒരുപാട് ബാരിയേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഫേമുകൾ പ്രൈസ് ടേക്കർ ആണെങ്കിൽ മൊണോപ്പൊളിയിൽ ഫേമുകൾ പ്രൈസ് മേക്കർ ആണ്. അതായത് പ്രൈസിനെ ഫിക്സ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്. അതുപോലെ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് മൊണോപ്പൊളിയിൽ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഹൈ കൺട്രോൾ ഓവർ ദ സപ്ലൈ, സപ്ലൈയുമായി ബന്ധപ്പെട്ട് വലിയ കൺട്രോൾ എന്തുണ്ടാവും, ഒരു മൊണോപ്പൊളിക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. സിൻസ് മൊണോപ്പൊളിസ്റ്റിന്റെ മാർക്കറ്റ് ഡിമാൻഡ് കർവ് നമ്മൾ നേരത്തെ പറഞ്ഞു, പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമുക്ക് വരക്കാൻ പറ്റും ആവറേജ് റവന്യൂ ഈസ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ ഈസ് ഈക്വൽ ടു പ്രൈസ്, ഇങ്ങനെയാണ് നമുക്ക് വരക്കാൻ പറ്റിയിരുന്നത്. പക്ഷേ മൊണോപ്പൊളിയിൽ നമുക്ക് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ് ഈ പറഞ്ഞതൊക്കെ നമുക്ക് കാണാൻ പറ്റുക. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, AR-ഉം ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും, MR-ഉം ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഇനി അതുപോലെ തന്നെ AR-ഉം ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും, MR-ഉം ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും. ഇനി ഇങ്ങനെയായിരിക്കും നോർമലി ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ. അതായത് MR ഒരു മിനിറ്റ് കേട്ടോ, ഒറ്റ മിനിറ്റ് ഞാനൊന്ന് റെഡിയാക്കിക്കാം. കേൾക്കുന്നില്ലേ എന്നെ? ഹലോ, ഞാൻ ഓഡിബിൾ അല്ലേ? ഓക്കെ. അപ്പോ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്മൾ പറഞ്ഞു, ഞാൻ ഇവിടെ ഒരു ഗസ്റ്റ് വന്നതായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ്. പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്മൾ പറഞ്ഞു പ്രൈസ് ഈസ് ഈക്വൽ ടു AR ഈസ് ഈക്വൽ ടു MR, ഇങ്ങനെ ഒരു കർവാണ് നമുക്ക് കാണാൻ പറ്റല്ലേ. പക്ഷേ മൊണോപ്പൊളിയിൽ നമുക്ക് കാണാൻ പറ്റിയ ഒരു ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള MR-ഉം AR-ഉമാണ്. ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള MR. ഇവിടെ ആയിരിക്കും MR ഉണ്ടാവുക, ഇവിടെ ആയിരിക്കും AR ഉണ്ടാവുക. ഇനി ഇതിനെ രണ്ടിനെയും കട്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു MC കർവ് ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പോയിന്റിലൂടെ കട്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു AC കർവ് ഉണ്ടാവും. ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാവും, ഇവിടെ നമുക്ക് കോസ്റ്റ് ഉണ്ടാവും, ഔട്ട്പുട്ട് ഉണ്ടാവും. ഓക്കെ. അപ്പൊ ഇത് ഇക്വേറ്റ് ചെയ്യപ്പെടുന്ന ഈ പോയിന്റ്, അതായത് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, MR ഈസ് ഈക്വൽ ടു MC എന്ന് പറയുന്ന ഒരു പോയിന്റ്. അപ്പൊ MC-യും MR-ഉം ഈക്വൽ ആകുന്ന ഈ ഒരു പോയിന്റിലാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുക, മൊണോപ്പൊളിയില് നമുക്ക് ഇക്വിലിബ്രിയം കാണാൻ പറ്റുക. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ഗ്രാഫുകൾ, രണ്ടിന്റെയും കർവുകൾ നിങ്ങളുടെ മനസ്സിൽ എന്ത് വേണം, ഒരു ഓർമ്മയിൽ വേണം കേട്ടോ. അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമുക്ക് നേരെയാണ് നമുക്ക് കാണാൻ പറ്റുക, മൊണോപ്പൊളിയിൽ നമുക്ക് കാണാൻ പറ്റുക ഇങ്ങനെയാണ്. ഇനി എന്തുകൊണ്ടാണ് മൊണോപ്പൊളി പവർ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു മൊണോപ്പൊളി പവർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ബാരിയേഴ്സ് ടു എൻട്രി ആണ് അല്ലെ. അതായത് നമ്മൾ ഒരു മാർക്കറ്റിൽ, ഇപ്പൊ ഈ ഒരു വലിയ മാർക്കറ്റിൽ ഫവാസ് എന്ന് പറയുന്ന ഞാൻ മാത്രാണ്
ഞാൻ മാത്രമാണ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? ഈ മാർക്കറ്റിലേക്ക് മെഹബൂബക്കോ അബിനക്കോ ഷാഹിദക്കോ ഫൗസാനോ ഫിർദൌസിനോ കിരണിനോ അഞ്ചലിനോ ആർക്കും കയറാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതാണ് ബേസിക്കലി മൊണോപ്പൊളി പവർ അല്ലെ. ഞാൻ ബാരിയേഴ്സ് ടു എൻട്രിയെ റെസ്ട്രിക്ട് ചെയ്യുന്നതാണ് എന്ത് മൊണോപ്പൊളി പവർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബാരിയേഴ്സ് ടു എൻട്രി ബേസിക്കലി ലീഗൽ പ്രൊട്ടക്ഷൻ ആകാം മേ ബി, അതുപോലെ തന്നെ കൺട്രോൾ ഓവർ റോ മെറ്റീരിയൽസ് ആകാം, ഇക്കോണമീസ് ഓഫ് സ്കെയിൽ ആവാം, ഗവൺമെന്റ് ലൈസൻസിങ് ആവാം, ഏതും ആവാം. അതുപോലെ തന്നെ മൊണോപ്പൊളി എന്താവാം? മേ ബി സിമ്പിൾ മൊണോപ്പൊളി ആകാം, അതുപോലെ തന്നെ ഡിസ്ക്രിമിനേറ്റിംഗ് മൊണോപ്പൊളി ആവാം, നാച്ചുറൽ മൊണോപ്പൊളി ആവാം, ലീഗൽ മൊണോപ്പൊളി ആവാം. അത് എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവില് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, ഇത്രയും ഏരിയാസ് ഉണ്ട് എന്നുള്ളതൊന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഓക്കെ, ഇനി ഇനി മൂന്നാമത്തെ ഒന്നും കൂടി, നേരത്തെ മെഹബൂബ ചോദിച്ചു എന്ത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എക്സാമ്പിൾ പറയൂ എന്നുള്ളത്. അപ്പൊ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഒരു റിയൽ വേൾഡ് സിറ്റുവേഷൻ അല്ല. മൊണോപ്പൊളിയും റിയൽ വേൾഡിൽ കുറവാണ്. നമ്മൾ കാണുന്ന, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന മാർക്കറ്റുകളൊക്കെ ബേസിക്കലി മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ആണ്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ, അതായത് പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെയും മൊണോപ്പൊളിയുടെയും എലമെന്റ്സ് ഒരുമിച്ച് ചേരുന്നതിനെയാണ് നമ്മൾ ബേസിക്കലി മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയാം. ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എഡ്വാർഡ് ചാംബർലിനാണ്. ആരാണ്? എഡ്വാർഡ് ചാംബർലിൻ. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാൻ പറ്റും മെനി ഫേംസ് ആർ എക്സിസ്റ്റ്. അവിടെ എന്തുണ്ട്? ഒരുപാട് ഫേംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രൊഡക്റ്റുകൾ എന്താണ്? ഡിഫറൻഷിയേറ്റഡ് ആണ്. അതായത് ഒരുപാട് ഫേംസ് ഉണ്ട്, പ്രൊഡക്റ്റുകൾ ഡിഫറൻഷിയേറ്റഡ് ആണ്. അപ്പോൾ സം ഡിഗ്രി ഓഫ് മൊണോപ്പൊളി പവർ അവിടെ ഉണ്ടാവും ചില പ്രൊഡക്റ്റുകളുമായി ബന്ധപ്പെട്ട്. നിങ്ങൾ നമ്മുടെ മാർക്കറ്റ് എടുത്ത് നോക്കൂ. നമ്മുടെ മാർക്കറ്റില് ഒരു പെന്ന് മാർക്കറ്റ്, നമുക്ക് ഏതൊക്കെ ബ്രാൻഡ് ഓഫ് പെന്നുകൾ ഉണ്ട്? ലെക്സി 5 ഉണ്ട്, റെനോൾഡ്സ് ഉണ്ട്, ടെക്നോടിപ്പ് ഉണ്ട്, ഇങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ കാണാൻ പറ്റൂലേ. ഇപ്പൊ സോപ്പുകൾ നമുക്ക് ഏതൊക്കെയുള്ളത്? ലെക്സ് ഉണ്ട്, ഡവ് ഉണ്ട്, ദെൻ എന്തൊക്കെയോ ഉണ്ട് അല്ലെ, കുറെ ബ്രാൻഡുകൾ ഉണ്ടാവും. അപ്പോൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അതായത് ഒരുപാട് ഫേംസും ഒരുപാട് ബയേഴ്സും ഒരുപാട് ഡിഫറൻഷിയേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉള്ള ഒരു മാർക്കറ്റ് സ്ട്രക്ചറിനെയാണ് നമ്മൾ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്ന് പറയാം. അപ്പൊ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ടാവും, പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഉണ്ടാവും, ഫ്രീ എൻട്രി എക്സിറ്റ് ഉണ്ടാവും, സെല്ലിംഗ് കോസ്റ്റ് ആൻഡ് അഡ്വർടൈസ്മെന്റ് ഉണ്ടാവും, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആയിരിക്കും, ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ഡിമാൻഡ് കർവ് ആയിരിക്കും. അപ്പൊ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഒക്യൂർ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് ബ്രാൻഡ് നെയിമാണ്. ബ്രാൻഡ് നെയിം നമ്മൾ കാണുന്ന, നമ്മൾ വാങ്ങിക്കുന്ന, ഇപ്പോൾ നമ്മളുടെ മൊബൈൽ മാർക്കറ്റ് എടുത്ത് നോക്കൂ. നമുക്ക് എത്രയോ കമ്പനികൾ ഉണ്ടല്ലോ. ഐഫോൺ ഉണ്ട്, സാംസങ് ഉണ്ട്, ലെനോവ ഉണ്ട്, ദെൻ റെഡ്മി ഉണ്ട്, വിവോ ഉണ്ട്, ഓപ്പോ ഉണ്ട്, പിന്നെ ഏതാ കുറെ ഇങ്ങനെ ഇങ്ങനെ നീണ്ടു പോകൂലേ, മോട്ടോറോള ഉണ്ട്, ഇങ്ങനെയുണ്ട്. അപ്പൊ ഇത് ഈ കമ്പനീസ്, ഈ മൊബൈൽ ഫോൺ കമ്പനീസ് ഒക്കെ തമ്മിൽ ബ്രാൻഡ് നെയിമിൽ വ്യത്യാസമില്ലേ, പാക്കേജിങ്ങിൽ വ്യത്യാസമില്ലേ, ക്വാളിറ്റിയിൽ വ്യത്യാസമില്ലേ, ഡിസൈനിൽ വ്യത്യാസമില്ലേ, ഇതിന്റെ അഡ്വർടൈസ്മെന്റുകൾ തമ്മിൽ വ്യത്യാസമില്ലേ. അപ്പൊ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഈ പറയുന്ന ബ്രാൻഡ് നെയിമിങ്ങിലും പാക്കേജിങ്ങിലും ക്വാളിറ്റിയിലും ഡിസൈനിലും അഡ്വർടൈസ്മെന്റിലും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഒക്യൂർ ചെയ്യുന്നത്. ഓക്കെ, ഇനി because of products are differentiated, firms have very limited price control. ഫേംസിന് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രൈസ് കൺട്രോൾ മാത്രമേ ഉള്ളൂ. AR കർവ് എന്തായിരിക്കും? ഡൗൺവേർഡ്ലി സ്ലോപ്പിംഗ് ആണ്. AR കർവ് ഡൗൺവേർഡ്ലി സ്ലോപ്പിംഗ് ആണ്. അതുപോലെ തന്നെ MR കർവിന്റെ കേസ് നമുക്ക് കാണാൻ പറ്റുക. MR കർവ് AR കർവിന്റെ താഴെയായിട്ടാണ് നമുക്ക് മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഡിമാൻഡ് കർവ് എന്താണ്? ഒരു മോർ ഇലാസ്റ്റിക് ആണ്. മൊണോപ്പൊളിയുമായി കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡിമാൻഡ് കർവ് എന്താണ്? ഒന്നും കൂടി ഇലാസ്റ്റിക് ആണ്. കാരണം പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ ഉണ്ട്. ഇവിടെ ഒരുപാട് തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. ഇനി ഇക്വിലിബ്രിയം, ഏതൊരു കേസിലാണെങ്കിലും നോർമലി ഇക്വിലിബ്രിയം സംഭവിക്കുന്നത് MR MC കട്ട് ചെയ്യുന്ന സമയത്താണ്, അല്ലെങ്കിൽ MR MC ഈക്വൽ ആകുമ്പോഴാണ്.
നമ്മൾ പറഞ്ഞു പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ MR ഈസ് ഈക്വൽ ടു MC ആൻഡ് MC കട്ട് MR ബിലോ എന്ന് പറയുന്ന ഒരു പോയിന്റിലാണ്. ഇനി മൊണോപ്പൊളിയിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു നമുക്കിവിടെ AR കർവ് ഉണ്ട്, MR കർവ് ഉണ്ട്, നമ്മുടെ MC കർവ് ഇങ്ങനെ കട്ട് ചെയ്ത് പോകുന്ന ഭാഗത്താണ്. അതുപോലെ തന്നെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിലും നമുക്ക് കാണാൻ പറ്റുക MRഉം MCയും ഈക്വൽ ആകുന്ന പോയിന്റിലാണ്. ഷോർട്ട് റണ്ണിൽ ഫേംസിന് വേണമെങ്കിൽ എന്ത് കിട്ടും? സൂപ്പർ നോർമൽ പ്രോഫിറ്റും നോർമൽ പ്രോഫിറ്റും ലോസ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ലോങ് റണ്ണിൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുക നോർമൽ പ്രോഫിറ്റ് മാത്രമായിരിക്കും. ഇനി എൻട്രി ഓഫ് ന്യൂ ഫേംസ് എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞു ഒരു എൻട്രി ഓഫ് ന്യൂ ഫേംസ് ഉണ്ടെങ്കിൽ ലോങ് റണ്ണിൽ ഒരിക്കലും ലോസോ അല്ലെങ്കിൽ സൂപ്പർ നോർമൽ പ്രോഫിറ്റോ ഉണ്ടാവില്ല. ഇപ്പൊ രണ്ടാള് നടത്തുന്ന 2-3 ആളുകളുടെ ഒരു ഷോപ്പ് ആണെങ്കിൽ ഒരു മാർക്കറ്റ് ആണെങ്കിൽ ആ മാർക്കറ്റിൽ നല്ല ലാഭം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യും? ഇടിച്ചു കയറി പുതിയ ബിസിനസ് അവിടെ ഇടൂലേ? അപ്പൊ സ്വാഭാവികമായിട്ടും ആ പ്രോഫിറ്റ് പോകും. ഇനി 5 ആളുള്ള ഒരു ബിസിനസ് ആണെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് 5 ആളുള്ള ഒരു ബിസിനസ് ആണ്, ആ ബിസിനസ്സിൽ നിന്ന് നഷ്ടമാണെങ്കിൽ 2 ആളുകളോ 1 ആളുകളോ ഇപ്പൊ ബിസിനസ്സിന് പോകും. അപ്പൊ 3 ആൾക്ക് ലാഭം ഉണ്ടാവും അല്ലേ? അപ്പോ ഇതാണ് എന്ത് നോർമലി ബേസിക്കലി ഒരു മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ സംഭവിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു ടേബിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ പഠിക്കേണ്ടത് നമ്പർ ഓഫ് സെല്ലേഴ്സ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ വെരി ലാർജ് ആണ്, മൊണോപ്പൊളിയിൽ 1 ആണ്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ മെനി ആണ്, നാച്ചർ ഓഫ് പ്രൊഡക്റ്റ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഹോമോജീനിയസ് ആണ്, ഒരുപോലെയുള്ളതാണ്, മൊണോപ്പൊളി നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റുകൾ ഇല്ല, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഡിഫറൻഷിയേറ്റഡ് ആണ്. പ്രൈസ് കൺട്രോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഇല്ല, മൊണോപ്പൊളിയിൽ വളരെ കൂടുതലാണ്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പ്രൊഡക്റ്റ് ഡിഫറൻസിയേഷൻ കാരണം അവിടെ നമുക്ക് പ്രൈസ് കൺട്രോൾ കാണാൻ പറ്റും. എൻട്രി ബാരിയേഴ്സിന്റെ കേസിലാണെങ്കിലും നമുക്ക് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ എൻട്രി ബാരിയേഴ്സ് ഇല്ല, ഫ്രീ എൻട്രി ആൻഡ് ഫ്രീ എക്സിറ്റ് ആണ്. മൊണോപ്പൊളിയിൽ സ്ട്രോങ് ആയിട്ടുള്ള എൻട്രി ബാരിയേഴ്സ് ഉണ്ട്, മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ വളരെ ലോ ആണ്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊന്ന് വായിച്ചു നോക്കുക. എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ടേബിള് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഒളിഗോപൊളിയിലേക്ക് നമ്മൾ പോവുകയാണ്. ഒന്നും കൂടി റിയലിസ്റ്റിക് ആണ് ഒളിഗോപൊളി. നമ്മൾ പറഞ്ഞു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ തീരെ റിയലിസ്റ്റിക് അല്ല, നമുക്ക് റിയൽ വേൾഡിൽ കാണാനേ പറ്റൂല. അതേസമയം മൊണോപ്പൊളി നമുക്ക് വളരെ റയർ ആയിട്ട് എവിഡന്റ് ആണ്. ഇന്ത്യൻ റെയിൽവേ ഒക്കെ പോലെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ ഒന്നുകൂടി എവിഡന്റ് ആണ്. അതിനേക്കാൾ എവിഡന്റ് ആണ് ഒളിഗോപോളി എന്ന് പറയുന്ന മാർക്കറ്റ് സ്ട്രക്ചർ. ഒളിഗോസ് എന്ന് പറഞ്ഞാൽ ഫ്യൂ അല്ലെങ്കിൽ കുറച്ച് എന്നാണ് അർത്ഥം, ഫ്യൂ. പോളി എന്ന് പറഞ്ഞാൽ സെല്ലേഴ്സ്, അതായത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വളരെ വലിയ 4-5 ആളുകൾ 4-5 ഫേമുകൾ ഉള്ളതാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, 4-5 വലിയ ഫേമുകൾ ഉള്ളതാണ് ഈ ഒരു ഒളിഗോപോളി കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ നമ്മുടെ ടെലികോം ഇൻഡസ്ട്രീസ് എടുത്തു നോക്കൂ. ടെലികോം ഇൻഡസ്ട്രീസിൽ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ പറ്റുക ഏതൊക്കെ ബ്രാൻഡുകളെയാണ്? നമുക്ക് VI ഉണ്ട്, അല്ലെങ്കിൽ ജിയോ ഉണ്ട്, BSNL ഉണ്ട്, എയർടെൽ ഉണ്ട്. ഇനിയുണ്ടോ? ഈ 4 അല്ലാതെ ഇനിയുണ്ടോ? ഇനിയുണ്ടോ? എന്റെ ഓർമ്മയിൽ ഇത്രയേ ഉള്ളൂ. VI ഉണ്ട്, ജിയോ ഉണ്ട്, BSNL ഉണ്ട്, എയർടെൽ ഉണ്ട് അല്ലെ? ഓക്കെ, ഇതാണ് ബേസിക്കലി ഒളിഗോപോളി. പ്രധാനപ്പെട്ട 4 ഫേമുകൾ, വളരെ പ്രധാനപ്പെട്ട 4 ഫേമുകൾ അല്ലെ? ഇതുപോലെ ഫ്യൂ ആയിട്ടുള്ള വളരെ ലാർജ് ആയിട്ടുള്ള ആളുകൾ. അപ്പൊ ഒളിഗോപോളി എന്ന് പറഞ്ഞാൽ സ്മാൾ നമ്പർ ഓഫ് ഫേംസ് ഡോമിനേറ്റ് ദ മാർക്കറ്റ്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ മാർക്കറ്റിൽ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് മാർക്കറ്റ് പ്രൈസിനെയും ഔട്ട്പുട്ടിനെയും അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. മാർക്കറ്റ് പ്രൈസിനെയും ഔട്ട്പുട്ടിനെയും അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും.
അതുപോലെ തന്നെ ഇന്റർ ഡിപ്പെൻഡൻസിന്റെ ഒരു 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 സാഹചര്യം അവിടെ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒളിഗോപൊളിയാണ് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. കാരണം എന്താ അറിയോ, നമുക്ക് നമ്മുടെ മാത്രം ബിഹേവിയർ നോക്കിയാൽ പോരാ, നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മളെ പോലെ തന്നെ ബിസിനസ് ചെയ്യുന്ന മറ്റ് ആളുകളുടെ ക്യാരക്ടറും കൂടി, അവര് എങ്ങനെയാണ് എങ്ങനെയാണ് അഡ്വർടൈസ്മെന്റ് തീരുമാനിക്കുന്നത്, അവരെങ്ങനെയാണ് പ്രൈസ് തീരുമാനിക്കുന്നത്, അവരെങ്ങനെയാണ് ഔട്ട്പുട്ട് തീരുമാനിക്കുന്നത് എന്നുള്ള അവരുടെ മറ്റുള്ളവരുടെ റൈവൽ ഫേംസ് എന്നാണ് നമ്മൾ എക്കണോമിക്സിൽ അവരെ പറയാം. റൈവൽ ഫേംസിന്റെ റിയാക്ഷൻസും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, കൺസിഡർ ചെയ്യേണ്ടി വരും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, VI ഒരു ഓഫർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, വാട്ട് വിൽ ഹാപ്പൻ? VI ഒരു ഓഫർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ഉടനെ ജിയോ എന്ത് ചെയ്യും, അടുത്ത ഒരു ഓഫർ ഇൻട്രൊഡ്യൂസ് ചെയ്യും. BSNL ഓഫർ ഇൻട്രൊഡ്യൂസ് ചെയ്യും, എയർടെൽ ഓഫർ ഇൻട്രൊഡ്യൂസ് ചെയ്യും, അല്ലേ? അപ്പൊ ഇതാണ് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, റൈവൽ ഫേംസിന്റെ റിയാക്ഷൻസ് എപ്പോഴും. ഇപ്പൊ VIക്ക് മാത്രമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റൂല, സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ മറ്റു ഫേംസും എന്ത് ചെയ്യും, എടുക്കും എന്നുള്ളതാണ്. അപ്പൊ എക്സാമ്പിൾസ് ഓഫ് ഒളിഗോപോളി എന്താണ്? ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, എയർലൈൻസ്, ടെലികോം കമ്പനീസ്, സിമെന്റ് ഇൻഡസ്ട്രീസ്, പെട്രോളിയം ഇൻഡസ്ട്രീസ്, സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രി പോലെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇതൊക്കെ നോർമലി നമുക്ക് കാണാൻ പറ്റുന്ന. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓട്ടോമൊബൈൽ, കാറ്, നമുക്കൊരു മാരുതി ഉണ്ട്, ഒരു ഹോണ്ട ഉണ്ട്, ഒരു ഹുണ്ടായി ഉണ്ട്, അല്ലെ? ഒരു BMW ഉണ്ട്, ബെൻസ് ഉണ്ട്. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കമ്പനീസ് ഉണ്ടാവുള്ളൂ. സിമെന്റുകളാണെങ്കിൽ നമുക്ക് രാംകോ ഉണ്ടാവും, ACC ഉണ്ടാവും, ചെട്ടിനാട് ഉണ്ടാവും, അംബുജ ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് വളരെ കുറച്ച് ഒരു 5-6 എണ്ണം നമുക്ക് എണ്ണാൻ പറ്റുന്ന രൂപത്തിൽ ഉണ്ടാവുള്ളൂ. ഇനി പെട്രോളിയം നമുക്കറിയാം, ഭാരത് പെട്രോളിയം ഉണ്ടാവും, നയാര ഉണ്ടാവും, ഇന്ത്യൻ ഫ്യൂവൽ ഉണ്ടാവും, ദെൻ ബ്രിട്ടീഷ് ജിയോ ഫ്യൂവൽ ഉണ്ടാവും. ഇങ്ങനെ ഒരു 5, അതായത് ഇതൊക്കെ എന്താണ്, വളരെ വലിയ 4-5 ഫേംസുകൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കാണാൻ പറ്റുള്ളൂ. അതായത് ഇന്ത്യയിലുള്ള ടെലികോംസും എയർലൈൻസും സിമെന്റ് ഇൻഡസ്ട്രീസും പെട്രോളിയം ഇൻഡസ്ട്രീസും ഒക്കെ ബേസിക്കലി ചെയ്യുന്നത് ഒരു ഒരു ഒളിഗോപൊളിസ്റ്റിക് മാർക്കറ്റ് സ്ട്രക്ചർ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ അതില് ഈ ഒളിഗോപൊളിസ്റ്റിക് മാർക്കറ്റിലാണ് നമുക്ക് ഒരുപാട് മോഡൽസ് ഓഫ് മാർക്കറ്റുകൾ വന്നിട്ടുള്ളത്. ഒരുപാട് മോഡൽസ് ഓഫ് മാർക്കറ്റുകൾ. അതായത് ഒളിഗോപൊളിസ്റ്റിക് മാർക്കറ്റിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള മാർക്കറ്റുകളായിട്ട് മാറ്റിയിട്ടുണ്ട്. ഒരുപാട് എക്കണോമിസ്റ്റുകൾ അവരവരുടേതായ ഐഡിയക്ക് അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് കോർനെറ്റ് മോഡൽ എന്നുള്ളത്. കോർനെറ്റ് മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആളാണ് ആന്റോണി അഗസ്റ്റിൻ കോർനെറ്റ്. 1838 ആന്റോണി അഗസ്റ്റിൻ കോർനെറ്റ് മോഡൽ എന്ന് പറയുന്ന കോർനെറ്റ് മോഡൽ ഓഫ് ഒളിഗോപോളിയെ കൊണ്ടുവന്നിട്ടുള്ളത്. 2 ഫേംസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് കോർനെറ്റ് മോഡലിൽ. അതായത് ഇത് ഡ്യൂപോളിയാണ്. ഡ്യൂപോളി എന്ന് പറഞ്ഞാൽ എന്താ? മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് മോണോപ്പൊളി? സിംഗിൾ ഫേം, അല്ലെ? അപ്പൊ ഡ്യൂപോളി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡ്യൂ എന്നൊക്കെ പറഞ്ഞാൽ എന്താ? 2 ആണ്, അല്ലെ? അപ്പൊ ഡ്യൂപോളി മോഡലാണ്. അതായത് 2 ഫേംസ് ആണ് ഈ ഒരു മാർക്കറ്റിൽ ഉണ്ടാവുക. ഈച്ച് ഫേംസ് എന്ത് ചെയ്യും? ദേ ട്രൈ ടു മാക്സിമൈസ് ദെയർ പ്രോഫിറ്റ്. ഫസ്റ്റ് എന്ത് ചെയ്യും? ഔട്ട്പുട്ട് ഇൻഡിപെൻഡന്റ്, അതായത് 2 ഫേംസ് ആണ് ഉണ്ടാവുക. ആ 2 ഫേംസും എന്ത് ചെയ്യും? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഫേംസ് എന്ത് ചെയ്യും? ഇൻഡിപെൻഡന്റ്ലി ഔട്ട്പുട്ടിനെ ഫിക്സ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കരുതും, ടേക്ക് ആൻ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ ഫേംസ് ആയിട്ടുള്ളത്, ഞാൻ മെഹബൂബയായിട്ടുള്ള കാണാം, അതുകൊണ്ടാണ് മെഹബൂബയുടെ പേര് പറയുന്നത്. ഞാനും മെഹബൂബയാണെന്ന് കൂട്ടിക്കോളൂ. ഇപ്പോ ഞങ്ങൾ 2 പേരുടെയും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണ്? പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യണം എന്നുള്ളതാണ്. രണ്ടാളും പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ് ട്രൈ ചെയ്യുന്നത്. ഇവരെന്ത് ചെയ്യും? ഞാനും മെഹബൂബയും ഔട്ട്പുട്ടിനെ ഇൻഡിപെൻഡന്റ്ലി തീരുമാനിക്കും. ഞങ്ങൾ രണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നത് പെന്നുകളാണെന്ന് കൂട്ടിക്കോളൂ. അപ്പൊ ഞാനും ഒരു 1000 പെന്ന് പ്രൊഡ്യൂസ് ചെയ്യും, മെഹബൂബയും 1000 പെന്ന് പ്രൊഡ്യൂസ്, അല്ലെങ്കിൽ ഒരു 1500 പെന്ന് പ്രൊഡ്യൂസ് ചെയ്യും. ഞാൻ കരുതും എന്ത്? മെഹബൂബയുടെ ഔട്ട്പുട്ട് ഫിക്സഡ് ആണ്, അതായത് മെഹബൂബ 1500 പെന്ന് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ.
മെഹബൂബ കരുതുണ്ട് ഫവാസ് 1000 പെന്ന് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പൊ റൈവൽസ്, ഇതാണ് റൈവൽ ഫേംസ്. എന്റെ റൈവലാണ് മെഹബൂബ, മെഹബൂബയുടെ റൈവലാണ് ഞാൻ. ഇതാണ് റൈവൽ ഫേംസ്. അതുപോലെ തന്നെ കോർണറ്റ് മോഡലിൽ കൊലൂഷൻ ഇല്ല. നമുക്ക് കൊലൂഷൻ മോഡലുകൾ വരുന്നുണ്ട്. കൊലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനും മെഹബൂബയും കൂടി ഒന്നായിട്ട് ബിസിനസ് നടത്തുന്ന, ഞങ്ങൾ തമ്മിൽ പ്രൈസും ഔട്ട്പുട്ടും ഒക്കെ തീരുമാനിക്കുന്ന ഒരു മോഡലിനെയാണ് നമ്മൾ കൊലൂഷൻ എന്ന് പറയുക. ആ കൊലൂഷൻ ഇവിടെ ഇല്ല കോർണറ്റ് മോഡലിൽ. ഈച്ച് ഫേംസ് ചൂസസ് ഔട്ട്പുട്ട് അസ്യൂമിങ് ട്രൈബൽ ഫേം വിൽ നോട്ട് ചേഞ്ച് ഇറ്റ്സ് ഔട്ട്പുട്ട്. കോർണറ്റ് മോഡലിൽ ഓരോ ഫേംസ് എന്ത് കരുതും? റൈവൽ ഫേംസ് ഒരിക്കലും ഔട്ട്പുട്ട് ചേഞ്ച് ആക്കൂല എന്ന് കരുതും. അപ്പൊ ഔട്ട്പുട്ട് ഇവർ എന്ത് ചെയ്യുക? സ്ട്രാറ്റജിക്കലി എന്താണ് ഇവർ തീരുമാനിക്കുക. ഇനി കോർണറ്റ് ഇക്വിലിബ്രിയം, നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ നമ്മൾ പറഞ്ഞു എം സി ഈസ് ഈക്വൽ ടു എം ആർ, എം സി കട്ട് എം ആർ ഫ്രം ബിലോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനിൽ പറഞ്ഞു, മൊണോപ്പൊളിയിൽ പറഞ്ഞു. പക്ഷെ അതുപോലെ നമുക്ക് എം സി എം ആർ വെച്ചിട്ട് ഒളിഗോപൊളിസ്റ്റിക് കോമ്പറ്റീഷനിലെ കോർണറ്റ് മോഡൽ കാണാൻ പറ്റില്ല. കോർണറ്റ് മോഡൽ നമുക്ക് കാണാൻ പറ്റുക ഇക്വിലിബ്രിയം എത്തുന്ന സമയത്ത് ഒരു ഫേംസിനും എന്തില്ല, ഇപ്പൊ കറന്റ്ലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിൽ ചേഞ്ച് വരുത്താൻ ആഗ്രഹിക്കില്ല. ഇപ്പൊ ഞാന് ഒരു ഏറ്റവും അടിപൊളിയായിട്ട് ഞാനൊരു 20,000 പെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, മെഹബൂബ ഒരു 22,000 പെന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇനി പെന്ന് കൂട്ടാൻ, പെന്നിന്റെ പ്രൊഡക്ഷൻ കൂട്ടാനോ കുറക്കാനോ മെഹബൂബക്കും, പെന്നിന്റെ പ്രൊഡക്ഷൻ കൂട്ടാനോ കുറക്കാനോ എനിക്കും താല്പര്യമില്ലാത്ത ഒരു സിറ്റുവേഷൻ ആണ് കോർണറ്റ് മോഡലില് നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയാം. രണ്ടാമത്താണ് എന്ത്? ബെർട്രൻഡ് മോഡൽ. ബെർട്രൻഡ് മോഡൽ ഡെവലപ്ഡ് ബൈ ജോസഫ് ബെർട്രൻഡ്. ജോസഫ് ബെർട്രൻഡ് ആണ് എന്ത് ചെയ്യുന്നത്? ആക്ച്വലി ഈ പറയുന്ന ബെർട്രൻഡ് മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ദിസ് മോഡൽ അസ്യൂംസ് ദാറ്റ് ഫേംസ് കോമ്പീറ്റ് ത്രൂ പ്രൈസ് റാദർ ദാൻ ഔട്ട്പുട്ട്. ഔട്ട്പുട്ട്, ഇപ്പൊ നമ്മൾ കോർണറ്റ് മോഡലിൽ പറഞ്ഞു ഔട്ട്പുട്ടിലാണ് മത്സരം നടക്കുന്നത് അല്ലെ. പക്ഷെ ഇവിടെ എന്താണ്? രണ്ട് ഫേംസ് തന്നെ ഉള്ളൂ, പക്ഷെ രണ്ട് ഫേംസും കോമ്പറ്റീഷൻ നടക്കുന്നത് പ്രൈസിലാണ്, ഔട്ട്പുട്ടിലല്ല. രണ്ട് ഫേംസ് ഉണ്ട്, ഹോമോജീനിയസ് ആയിട്ടുള്ള ഒരുപോലെയുള്ള പ്രൊഡക്റ്റ് ആണ്. ഫേംസ് എന്ത് ചെയ്യും? അവർ മത്സരിക്കും. എങ്ങനെ മത്സരിക്കും? ബൈ സെറ്റിംഗ് ദ പ്രൈസ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുമ്പോ ഞാനും മെഹബൂബയും ഉണ്ട്. ഞാന് ഒരു ഷവായക്ക് കൊടുക്കുന്നത് 110 രൂപക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഷവായ. ഇതേ ക്വാളിറ്റി ഉള്ള ഷവായ 130 രൂപക്ക് മെഹബൂബ കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിലുള്ള ആളുകൾ എവിടെ പോയിട്ടാ വാങ്ങുക? ഇപ്പൊ അനുനന്ദ എവിടെ പോയിട്ടാ വാങ്ങുക? എന്റെ അടുത്ത് നിന്നാണോ മെഹബൂബയുടെ അടുത്ത് നിന്നാണോ? അല്ലെങ്കിൽ അശ്വതി എവിടെന്നാ വാങ്ങുക? ബിബിത എവിടെന്നാ വാങ്ങുക? അഗ്ന എവിടെന്നാ വാങ്ങുക? ആരുടെ അടുത്തുന്നാ നിങ്ങൾ വാങ്ങുക? നോർമലി എവിടെയാണോ പ്രൈസ് കുറവുള്ളത് എവിടെയാണോ അവിടെ നിന്നാണ് വാങ്ങുക. അപ്പൊ ഞാൻ പ്രൈസ് കുറച്ച് വിൽക്കുന്നു, അതുകൊണ്ട് ആളുകൾ എന്ത് ചെയ്യും? എന്റെ അടുത്ത് നിന്ന് വന്ന് വാങ്ങും. അപ്പൊ ലോവർ പ്രൈസിൽ ഏത് ഫേം ആണോ വിൽക്കുന്നത് ആ ഫേമിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ സാധനങ്ങൾ വാങ്ങും. അതുപോലെ തന്നെ നമ്മൾ എന്ത് കരുതും? ഫേംസ് എന്ത് കരുതും? റൈവൽ ഫേമിന്റെ പ്രൈസ് കോൺസ്റ്റന്റ് ആണ് എന്നും കരുതും. അതായത് ഇനി ഇപ്പൊ ഞാനും മെഹബൂബയുണ്ട്. ഇപ്പൊ ഞാൻ 110 രൂപക്കും മെഹബൂബ 130 രൂപക്കുമാണ് കൊടുക്കുന്നത്. പെട്ടെന്ന് മെഹബൂബ ഒരു ഓഫർ ഇട്ടെടുത്ത് 80 രൂപയാക്കി കുറച്ചു. ഒരേ ക്വാളിറ്റിയുള്ള നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ആണ്, ഹോമോജീനിയസ് ആണ്, ഐഡന്റിക്കൽ ആണ്, ഒരുപോലെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? ആളുകളൊക്കെ എന്ത് ചെയ്യും? മെഹബൂബയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ തുടങ്ങും. അപ്പൊ ഈ ഒരു പ്രൈസ് വാർ അല്ലെ, മെഹബൂബ കുറക്കുന്നു, അപ്പൊ എനിക്ക് മൊത്തം നഷ്ടമാവും, അപ്പൊ ഞാനും കുറക്കും. അങ്ങനെ ഈ ഒരു പ്രൈസ് വാർ എത്തും പി ഈസ് ഈക്വൽ ടു എം സി എന്ന് പറയുന്ന പ്രൈസ്, അതായത് മാർജിനൽ കോസ്റ്റിന് ഈക്വൽ ആയിട്ട് പ്രൈസ് വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എന്ത് ചെയ്യും? നമ്മുടെ ഒളിഗോപോളിയുടെ കോമ്പറ്റീറ്റീവ് ഔട്ട്കം റീച്ച് ചെയ്യുന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒരു മോഡലാണ് എഡ്ജ് വേർത്ത് മോഡൽ. എഡ്ജ് വേർത്ത് മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് ഫ്രാൻസിസ് ഇസിഡ്രോ എഡ്ജ് വേർത്ത് ആണ്. അതായത് ബെർട്രന്റെ മോഡലിനെ ഒരു കപ്പാസിറ്റി കൺസ്ട്രെയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക വഴിയാണ് എഡ്ജ് വേർത്ത് മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു കപ്പാസിറ്റിക്ക് എന്തുണ്ട്?
ഒരു ലിമിറ്റ് ഉണ്ട്, നമ്മുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പൊ ഫേംസ് എന്ത് ബേസ് ചെയ്തിട്ടാണ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടാവുക? ഫേംസ് ആർ കോമ്പീറ്റിംഗ് ഈച്ച് അതർ ത്രൂ പ്രൈസ്. പ്രൈസിലൂടെയാണ് എന്ത് ചെയ്യുന്നുണ്ടാവുക? ഫേംസ് കോമ്പീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, പ്രൈസിലൂടെയാണ് ഫേംസ് എന്ത് ചെയ്യുന്നുണ്ടാവുക? കോമ്പീറ്റ് ചെയ്യുന്നുണ്ടാവുക. ഹോമോജീനിയസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അപ്പോ ഇനി എഗെയിൻ ഒരു ഫേംസിന് എന്ത് ചെയ്യാൻ പറ്റൂല? നമ്മൾ പറഞ്ഞു ഒരു കപ്പാസിറ്റി ഉണ്ട്. ഇപ്പൊ എനിക്കൊരു കപ്പാസിറ്റി ഉണ്ടാവും. ഫവാസ് എന്ന് പറയുന്ന ഫേമിനൊരു കപ്പാസിറ്റി ഉണ്ടാവും. അപ്പൊ 1,00,000 പെന്ന് ആവശ്യമുണ്ട്. അപ്പൊ 1,00,000 പെന്ന് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂല. അവിടെ കപ്പാസിറ്റി ലിമിറ്റേഷൻ ഉണ്ട്. അപ്പൊ പ്രൈസ് വാർ എന്ത് ചെയ്യും? അത് അങ്ങനെ ഞാനും മഹബൂബയും തമ്മിലുള്ള പ്രൈസ് വാർ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നില്ല. പകരം എന്ത് ചെയ്യും? പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യും. ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് ബിസിനസ് സൈക്കിളാണ് ഫ്ലക്ച്വേഷൻ. ചില സമയത്ത് കൂടും, ചില സമയത്ത് കുറയും, ചില സമയത്ത് കൂടും, ചില സമയത്ത് കുറയും. ഇങ്ങനെ എന്ത് ചെയ്യും? ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അപ്പൊ ഈ ഒരു മോഡലില്, എഡ്ജ്വർത്ത് മോഡലിൽ എന്തില്ല? ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഇല്ല. ഇത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. എക്സാമിന് ചോദിക്കും. സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഇല്ലാത്ത മോഡൽ ഏതാണ്? എഡ്ജ്വർത്ത് മോഡലാണ്. എഡ്ജ്വർത്ത് മോഡലിൽ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഇല്ല. പകരം പ്രൈസസ് എന്ത് ചെയ്യും? വിത്തിൻ ഒരു റേഞ്ചിൽ എന്ത് ചെയ്യും? പ്രൈസസ് മൂവ് ചെയ്യാണ് ചെയ്യുക. വിത്തിൻ ഒരു റേഞ്ചിൽ പ്രൈസസ് മൂവ് ചെയ്യാണ് ചെയ്യുക. ഓക്കെ, അതായത് പ്രൈസ് എന്തായിരിക്കും? ഒരു പെന്നിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ ഒരു ഷവായിയുടെ പ്രൈസ് എന്ന് പറഞ്ഞാല് ഒരു 110 രൂപയുടെയും ഒരു 130 രൂപയുടെയും ഇടയിൽ ഒരു റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. അതുപോലെ തന്നെ എഡ്ജ്വർത്ത് മോഡലിൽ എന്തില്ല? ഒരു സ്റ്റേബിൾ ഇക്വിലിബ്രിയം ഇല്ല. ഇനി അടുത്തൊരു മോഡലാണ് ചാംബർലിൻ മോഡൽ. ചാംബർലിൻ മോഡൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് എഡ്വേർഡ് ചാംബർലിൻ ആണ്. ചാംബർലിൻ പറഞ്ഞിട്ടുള്ളത് മ്യൂച്വൽ ഇന്റർഡിപെൻഡൻസ് ആൻഡ് ബിഹേവിയർ ഇന്റലിജന്റ്ലി. അതായത് ഇവിടെ ഒരു പൊല്യൂഷൻ ഉണ്ട്, ഒരു കോർപ്പറേഷൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഞാനും മഹബൂബയും ബിസിനസ് നടത്തുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ പ്രൈസ് കുറച്ച് യുദ്ധത്തിൽ ഏർപ്പെടേണ്ട ആവശ്യം, കീരിയും പാമ്പും കണ്ടപോലെ ആവേണ്ട ആവശ്യം എനിക്ക് മഹബൂബക്ക് ഇല്ലല്ലോ. ഞങ്ങൾക്ക് തമ്മിൽ എന്ത് ചെയ്യാം? സംസാരിച്ചിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്താൻ പറ്റും, അല്ലെ? അതായത് ബുദ്ധിപരമായിട്ട് നമ്മൾ നമ്മുടെ ഫ്യൂച്ചറൊക്കെ നോക്കിയിട്ട് ഒരു ബുദ്ധിപരമായിട്ടൊരു തീരുമാനം എടുക്കുകയാണ്. അതെന്താണ്? നമ്മൾ രണ്ടുപേരും യോജിച്ച് പോകാം. കോപ്പറേഷൻ. നമ്മൾ കോർപ്പറേറ്റ് ചെയ്ത് പോയാൽ രണ്ടുപേർക്കും ബെനഫിറ്റ് ഉണ്ട്. എനിക്കും ലാഭം കിട്ടും, നിനക്കും ലാഭം കിട്ടും എന്ന് പറയുന്ന ഒരു കോർപ്പറേഷനിലേക്ക് പോവാണ്. അതായത് ഫേംസ് എന്ത് ചെയ്യും? ഒരു ഫോർമൽ പൊല്യൂഷൻ ആയിക്കൊള്ളണം. ഫോർമൽ ആയിട്ടല്ല നമ്മൾ ഇങ്ങനെ ആവുന്നത്. ഒരു ഇൻഫോർമൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നല്ല പ്രൈസ്, ഞാനും 130 രൂപക്കാണ് ഷവായ വിൽക്കുന്നത്. ഞാനും 150 രൂപക്കാണ് വിൽക്കുന്നത്. മഹബൂബയും 150 രൂപക്കാണ് വിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും എല്ലാവരും എവിടെ നിന്ന് തന്നെ വാങ്ങേണ്ടി വരും? ഈ രണ്ടെണ്ണം ഒരേ ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. എവിടെന്നാണെങ്കിലും തന്നെ വാങ്ങേണ്ടി വരും. ഒരാള് പ്രൈസ് കുറക്കുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. ആരും പ്രൈസ് കുറക്കുന്നില്ല. ഇതാണ് ചാംബർലിൻ മോഡൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി കിങ്കർ ഡിമാൻഡ് കർവ് മോഡൽ ഇതിന്റെ മറ്റൊരു മോഡലാണ്. അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് പോൾ സ്വീസി. കാര്യമായിട്ട് സ്വീസി എന്നുള്ള പേരുമായി ചേർത്തിട്ടാണ് UGC നെറ്റ് എക്സാമിൽ കിങ്കർ ഡിമാൻഡ് കർവുകൾ നോർമലി വരാറുള്ളത്. അതുപോലെ തന്നെ ചാൾസ് ഹിച്ച്. അതായത് പ്രൈസ് റിജിഡിറ്റിയാണ് ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു തിയറിയിലെ കിങ്കർ ഡിമാൻഡ് കർവിലെ നമ്മൾ പ്രൈസ് റിജിഡിറ്റിയാണ്. അതായത് നമ്മൾ പറഞ്ഞു പ്രൈസ് വാർ ഇവിടെ ഉണ്ടല്ലേ. ഞാൻ വീണ്ടും പറയുന്നത്, ഞാനും ഈ കിങ്കർ ഡിമാൻഡ് കർവ് പറയുന്നത്, ഞാന് പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ മഹബൂബ ഇൻക്രീസ് ചെയ്യൂല. ഞാൻ പ്രൈസ് കുറക്കുകയാണെങ്കിലോ മഹബൂബ പ്രൈസ് കുറക്കും. അതായത് റൈവൽസ് ഡു നോട്ട് ഫോളോ പ്രൈസ് ഇൻക്രീസ്, പ്രൈസ് റൈസ് ചെയ്യുകയാണെങ്കിൽ എന്റേത് കോപ്പി അടിച്ചിട്ട് മഹബൂബ റൈസ് ചെയ്യൂല. അങ്ങനെ ചെയ്താൽ എന്ത് ചെയ്യും? ഫേംസിന് എന്ത് ചെയ്യും? എനിക്ക് കുറെ ആളുകൾ നഷ്ടമാകും എന്നുള്ളതാണ്. ഇനി പ്രൈസ് ലോവർ ചെയ്യുകയാണെങ്കിൽ, ഞാൻ പ്രൈസ് കുറച്ചു, സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? മഹബൂബയും പ്രൈസ് കുറക്കും. ഇതാണ് കിങ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കിങ് ഡിമാൻഡ് കർവ് അങ്ങനെയാണ് ഉണ്ടാവുക. ഇവിടെയാണ് കിങ് വരുന്നുണ്ടാവുക. കിങ് റിജിഡിറ്റി ആണ്. ഈ കിങ് റിജിഡിറ്റി, അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, പ്രൈസ് റൈസ് ചെയ്യുന്ന സമയത്ത് ഫേംസ് എന്ത് ചെയ്യൂല? റൈവൽസ് എന്ത് ചെയ്യൂല? ഫോളോ ചെയ്യൂല.
പ്രൈസ് കുറയുന്ന സമയത്ത് റൈവൽസ് എന്ത് ചെയ്യും, ഫോളോ ചെയ്യും എന്നുള്ളതാണ്. ഇനിയുള്ള അടുത്തൊരു മോഡലാണ് കാർട്ടൽസ് എന്നുള്ളത്. കാർട്ടൽ എന്ന് പറഞ്ഞാൽ നോർമലി ഞാൻ മനസ്സിലാക്കുന്ന വേറൊരു കാര്യം, ഈ ഒരു എക്സാമ്പിൾ പോയിന്റ് ഓഫ് വ്യൂവിൽ കാർട്ടൽ വളരെ ഇമ്പോർട്ടന്റ് ആയിരിക്കും. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാർട്ടൽ ആയിരുന്നു ഒപെക്, ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കമ്പനി. ഒപെക്കിൽ നിന്ന് ഒരു കൺട്രി പുറത്തു പോയിട്ടുണ്ട്. ഒരു കുറച്ച് മുമ്പ് ലെഫ്റ്റ് അടിച്ചു. അത് ഏത് കൺട്രി ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒരു അറേബ്യൻ കൺട്രി ഒപ്പക്കിൽ നിന്ന് കഴിഞ്ഞ ഒരു ഒരു 2-3 മന്ത്സ് മുമ്പ് ഒപ്പക്കിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചു. അത് ഏത് കൺട്രി ആയിരുന്നു? അത് എക്സാമിന് ചോദിക്കൂട്ടോ. UAE ആണ്. UAE ആണ് ഒപെക്കിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചത്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇപ്പൊ എക്കണോമിക്സിൽ UGC നെറ്റ് എക്കണോമിക്സിൽ അങ്ങനത്തെ ഒക്കെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. ഒപെക്കിൽ നിന്ന് ലെഫ്റ്റ് അടിച്ചിട്ടുള്ള കൺട്രിയാണ് UAE. അപ്പൊ ഒപെക് എന്ന് പറഞ്ഞാൽ ഒരു ഫോർമൽ എഗ്രിമെന്റ് ആണ്. ഫോർമൽ എഗ്രിമെന്റ് ആണ്. ജോയിന്റ്ലി നമ്മൾ ഇങ്ങനെ അടി കൂടിയിട്ട് എന്താ കാര്യം അല്ലെ? ഇപ്പോ ഞാനുണ്ട്, മെഹബൂബയുണ്ട്, ഞങ്ങൾ എപ്പോഴും അടി കൂടിയിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ ഒരു എഗ്രിമെന്റിൽ എത്താണ്, ഒരു കോർപ്പറേഷനിൽ എത്താണ്. കോർപ്പറേഷനിൽ എത്തിയിട്ട് നമ്മൾ രണ്ടുപേരും തീരുമാനിക്കണം ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ മതി, പ്രൈസും ഔട്ട്പുട്ടും നമുക്ക് ഇങ്ങനെയൊക്കെ തീരുമാനിക്കാം, നമുക്ക് ജോയിന്റ്ലി മാക്സിമൈസ് ചെയ്യാം പ്രോഫിറ്റ്. മാർക്കറ്റ് ഷെയറിങ്, ഇപ്പോ ഞങ്ങൾ രണ്ടാളും ബിസിനസ് ചെയ്യുന്നത് കേരളത്തിലാന്ന് കൂട്ടിക്കോളൂ. അപ്പൊ കേരളത്തിന്റെ ഈ ഒരു ഭാഗം, തൃശ്ശൂര് വരെയുള്ള ഭാഗം മെഹബൂബ ബിസിനസ് ചെയ്യട്ടെ, തൃശ്ശൂരിന് ശേഷമുള്ള ഭാഗം ഫവാസി ബിസിനസ് ചെയ്യട്ടെ. ഇങ്ങനെ മാർക്കറ്റ് ഷെയറിങ് പോസിബിൾ ആണ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഒന്ന് ഹയർ പ്രോഫിറ്റ് ആണ്, നല്ല പ്രോഫിറ്റ് പോസിബിൾ ആണ്. കോമ്പറ്റീഷൻ കുറവാണ്. അതുപോലെ തന്നെ സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൈസ് ഉണ്ടാവും. പ്രൈസിൽ ഫ്ലക്ച്വേഷനോ അല്ലെങ്കിൽ പ്രൈസിൽ ഇങ്ങനെ കൂടുതലോ കുറവോ ഒന്നും ഉണ്ടാവില്ല. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പ്രൈസും ഉണ്ടാവും. ഇനി അടുത്തൊരു മോഡലാണ് പ്രൈസ് ലീഡർഷിപ്പ് മോഡൽ. പ്രൈസ് ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കറ്റിൽ 2, 3, 4 ഫേംസ് ഉണ്ട്. 2, 4 ഫേംസ് ഉണ്ട്. ഇതിൽ ഇവിടുത്തെ പ്രൈസ് ആരാണ് തീരുമാനിക്കുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് പ്രൈസ് ലീഡർഷിപ്പ് മോഡൽ വർക്ക് ചെയ്യുന്നത്. ഒരു ഫേം ഡോമിനന്റ് ഫേം ആയിരിക്കും. ആ ഫേം എന്ത് ചെയ്യും? പ്രൈസ് തീരുമാനിക്കും, മറ്റ് ഫേംസ് അത് ഫോളോ ചെയ്യും. അപ്പൊ ഡോമിനന്റ് ഫേം മോഡൽ ആണെങ്കിൽ ലാർജ് ഫേം, ഏറ്റവും വലിയ ഫേം ഫവാസിന്റെ എന്റെ ഫേം ആണെങ്കിൽ ഞാൻ തീരുമാനിക്കും പ്രൈസ്. ബാരോമെട്രിക് ആണെങ്കിലോ, ബാരോമെട്രിക് ആണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫേം ഉണ്ട്, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കെ എന്ന് പറയുന്ന ഫേം ആണെങ്കിൽ ആ ഫേം തീരുമാനിക്കും. ലോ കോസ്റ്റ് ആണെങ്കിലോ, മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ട് ലോ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മെഹബൂബയാണെങ്കിൽ മെഹബൂബ തീരുമാനിക്കും. ഇങ്ങനെ 3 എണ്ണമാണ് പ്രധാനമായിട്ടും പ്രൈസ് ലീഡർഷിപ്പ് മോഡലുകൾ ഉള്ളത്. ഡോമിനന്റ് മോഡല്, അതായത് ലാർജ് ഫേംസ് മാർക്കറ്റ് പ്രൈസ് ഫിക്സ് ചെയ്യുക. ബാരോമെട്രിക് ലീഡർഷിപ്പ്, അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫേം എന്ത് ചെയ്യുക? ഫിക്സ് ചെയ്യുക. ലോ കോസ്റ്റ് ലീഡർഷിപ്പ്, മോസ്റ്റ് എഫിഷ്യന്റ് ആയിട്ടുള്ള ഫേം എന്ത് ചെയ്യുക? പ്രൈസ് ഫിക്സ് ചെയ്യുക. മറ്റ് ഫേംസ് എന്ത് ചെയ്യുക? അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഇപ്പൊ നമ്മൾ പറഞ്ഞതിനൊക്കെ ജസ്റ്റ് ഒരു ടേബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്കി ഒന്ന് കണ്ടിന്യൂ ചെയ്യണോ? കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഒരു അരമണിക്കൂറും കൂടി നമുക്ക് മൈക്രോ ഫിനിഷ് ചെയ്യാം. ഫിനിഷ് ചെയ്താലോ? ബാക്കിയുള്ളവരും കൂടി പറയൂ. ഓക്കെ, എന്നാൽ ജസ്റ്റ് ഇതൊന്ന് വായിച്ചോളൂ. ഒരു 2 മിനിറ്റ് ബ്രേക്ക് എടുത്തോളൂ. ഞാൻ വെള്ളമൊക്കെ ഒന്ന് നിറച്ചിട്ട് വരാം. നമുക്ക് ഇന്ന് എന്ത് ചെയ്യാം? മൈക്രോ എക്കണോമിക്സ് ഫിനിഷ് ചെയ്യാൻ നോക്കാം. ഒരു 9:05 നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 9:05.
ഹലോ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ഇന്ന് എക്സാം എഴുതി ആരെങ്കിലും ഉണ്ടോ ഇതില്? റിസർച്ച് അസിസ്റ്റന്റിന്റെ എക്സാം എഴുതി ആരെങ്കിലും ഉണ്ടോ? ആരുമില്ലേ? ഓക്കെ. അപ്പൊ ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കോർണട്ടും ബർട്രൻഡും എഡ്ജ്വർത്തും ചാംബർലിനും കിങ്കർ ഡിമാൻഡ് കർവും അതുപോലെ തന്നെ കാർട്ടലും പ്രൈസ് ലീഡർഷിപ്പും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് നിങ്ങളുടെ എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ഏരിയയിലേക്ക് പോവാം. ദാറ്റ് ഈസ് എഫിഷ്യൻസി ക്രൈറ്റീരിയ. ഓക്കെ. അതിൽ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എഫിഷ്യൻസി എന്നുള്ളത് കൊണ്ട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? എക്കണോമിക്സിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫണ്ടമെന്റൽ പ്രോബ്ലം ഉണ്ട് അല്ലെ? എന്താണ് ആ ഫണ്ടമെന്റൽ പ്രോബ്ലം? അവർ റിസോഴ്സസ് ആർ ലിമിറ്റഡ് അല്ലെങ്കിൽ റിസോഴ്സസ് ആർ സ്കെയർ. അത് വെച്ചിട്ട് നമുക്ക് എന്തുണ്ട്? അൺലിമിറ്റഡ് ആയിട്ടുള്ള വാണ്ട്സിനെ, അൺലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? നേടിയെടുക്കാനുണ്ട്. അപ്പൊ എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസിനെ നമ്മൾ എക്കണോമിക്സിലുള്ള സോഷ്യൽ പോളിസീസിലൂടെയൊക്കെ ഏറ്റവും അടിപൊളിയായിട്ട്, അതായത് നമ്മുടെ സോഷ്യൽ വെൽഫെയറിനെ ഏറ്റവും മാക്സിമൈസ് ചെയ്യുന്ന രൂപത്തിൽ നമ്മൾ മാറ്റുന്നതാണെന്ത്? എഫിഷ്യൻസി എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ഒരു റിസോഴ്സസിനെ യൂസ് ചെയ്തു. ഇപ്പൊ എൻ്റെ കയ്യിൽ ഒരു 10 കോടി രൂപയുണ്ട്. ഞാനൊരു ഒരു ഗവൺമെന്റ് ആണ്. ഗവൺമെന്റിന്റെ കയ്യിൽ 200 കോടി രൂപയുണ്ട്. ഈ 200 കോടി രൂപക്ക് ഗവൺമെന്റ് NH റെഡിയാക്കാണോ വേണ്ടത്? അതോ കുട്ടികൾക്ക് നെറ്റ് കോച്ചിങ് ഫ്രീ ആയിട്ട് കൊടുക്കുകയാണോ വേണ്ടത്? പുതിയൊരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുകയാണോ വേണ്ടത്? 3 ചോയ്സ് ഉണ്ട് ഇവരെ മുമ്പിൽ. ഒന്നെങ്കിൽ NH അടിപൊളിയാക്കാം, അല്ലെങ്കിൽ നെറ്റ് കോച്ചിങ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കാം. അപ്പോൾ ഇതിലേതിലേക്കാണ് ഗവൺമെന്റ് ഫോക്കസ് ചെയ്യേണ്ടത്? ഏതാണ് എഫിഷ്യന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുക? തുടങ്ങിയ കാര്യങ്ങളാണ് എഫിഷ്യൻസി ക്രൈറ്റീരിയയിലുള്ളത്. നമുക്ക് പ്രധാനമായിട്ടും 3 എഫിഷ്യൻസി ക്രൈറ്റീരിയയാണുള്ളത്. ഒന്ന് പാരീറ്റോ ഒപ്റ്റിമാലിറ്റി, 2 കാൾഡർ ഹിക്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയൻ, ആൻഡ് 3 വെൽത്ത് മാക്സിമൈസേഷൻ ക്രൈറ്റീരിയൻ. പാരീറ്റോ ഒപ്റ്റിമാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് a situation is said to be Pareto optimal if no individual can be made better off without making another individual worse off. അതായത് ഈ ഒരു എഫിഷ്യൻസി നമ്മൾ റീച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ
നമുക്ക് ഒരാളെ പോലും ബെറ്റർ ഓഫ് ചെയ്യാൻ പറ്റൂല, നന്നാക്കാൻ പറ്റൂല വിത്തൗട്ട് മേക്കിംഗ് സംവൺ വേഴ്സ് ഓഫ്. ടേക്ക് എൻ എക്സാമ്പിൾ, ഫവാസും ഉണ്ട് മെഹബൂബയും ഉണ്ട്. ഓക്കെ, മെഹബൂബ വേണ്ട, ഇത് എപ്പോഴും മെഹബൂബയുടെ പേര് പറഞ്ഞാൽ മെഹബൂബക്ക് തന്നെ ഇപ്പൊ എന്നോടൊരു ദേഷ്യം വരും. ഞാൻ വേറെ പിക്ക് ചെയ്യുന്നുണ്ട്, ശോഭികയുണ്ട്. അപ്പൊ ഞാനും ശോഭികയുണ്ട്. അപ്പൊ ഈ പാരീറ്റോ ഒപ്റ്റിമാലിറ്റിയുടെ കണ്ടീഷൻ പ്രകാരം ഫവാസ് എന്ന് പറയുന്ന എന്നെ നന്നാക്കണമെന്നുണ്ടെങ്കിൽ ശോഭികയെ കേടുവരുത്തേണ്ടി വരും. അതായത് ശോഭികക്ക് ഒരു നഷ്ടം വരുത്തേണ്ടി വരും. ഈ ശോഭികക്ക് ഒരു നഷ്ടം വരുത്താതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റൂല, ഫവാസ് എന്ന് പറയുന്ന എനിക്ക് എന്നെ നന്നാക്കാൻ പറ്റൂല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ പാരീറ്റോ ഒപ്റ്റിമാലിറ്റി എന്ന് പറയാം. അപ്പൊ ഈ പാരീറ്റോ ഒപ്റ്റിമാലിറ്റിക്ക് ബേസിക്കലി 3 കണ്ടീഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ 3 എഫിഷ്യൻസീസ് ഉണ്ട്. 1 കൺസംഷൻ എഫിഷ്യൻസി, 2 പ്രൊഡക്റ്റ് എഫിഷ്യൻസി, 3 പ്രൊഡക്റ്റ് മിക്സ് എഫിഷ്യൻസി. കൺസംഷൻ എഫിഷ്യൻസി, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ എഫിഷ്യൻസി, അതുപോലെ തന്നെ പ്രൊഡക്റ്റ് മിക്സ് എഫിഷ്യൻസി. ഇങ്ങനെ 3 എഫിഷ്യൻസീസ് ഉണ്ട്. കൺസംഷൻ എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ കൺസ്യൂമേഴ്സ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ കൺസ്യൂമേഴ്സ് ഈക്വൽ ആയിരിക്കണം. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ എഫിഷ്യൻസിയിലാണെങ്കിലോ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എമംഗ് ഫേംസ് എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ഇനി ഫസ്റ്റത്തെ കൺസംഷൻ എഫിഷ്യൻസിയോട് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, മാർജിനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്തിന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, പ്രൊഡക്റ്റുകളുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്, കൊമോഡിറ്റീസ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മളിങ്ങനെ കർവൊക്കെ വെച്ചിട്ട് ഇൻഡിപെൻഡൻസ് കർവ് വഴി നമ്മൾ പഠിച്ചിരുന്നു, ഇവിടെ ഗുഡ് എക്സും ഗുഡ് വഴിയും ഗുഡ് വൈയും. അപ്പൊ ഇത് തമ്മിലുള്ള കണക്ഷനെയാണ് നമ്മൾ എന്ത് പറയാ, കൺസംഷൻ എഫിഷ്യൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി പ്രൊഡക്ഷൻ എഫിഷ്യൻസി ആണെങ്കിലോ നമ്മൾ പറഞ്ഞത് നമുക്ക് ക്യാപിറ്റൽ ഉണ്ട്, ലേബർ ഉണ്ട്. ഇതാണ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ, ക്യാപിറ്റലും ലേബറും. ഈ ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഫേംസിനിടയിലുള്ള ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ എഫിഷ്യൻസി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി പ്രൊഡക്റ്റ് മിക്സ് എഫിഷ്യൻസി ആണെങ്കിലോ മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുന്നതാണ് എന്ത്, പ്രൊഡക്റ്റ് മിക്സ് എഫിഷ്യൻസി. അതായത് ഈ ഒരു പാരീറ്റോ ഒപ്റ്റിമാലിറ്റി, അതായത് നമ്മൾ പറഞ്ഞു വെൽഫെയർ എക്സാം, നമ്മൾ വെൽഫെയർ എക്സാം ചെയ്യുന്ന സമയത്ത് നമുക്ക് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഏരിയാസ് ഉണ്ട്. അതിലൊന്നായിരുന്നു എന്ത്, പാരീറ്റോ ഒപ്റ്റിമാലിറ്റി. പാരീറ്റോ ഒപ്റ്റിമാലിറ്റി എന്ന് പറഞ്ഞാൽ അതെന്താണ്, ഒരാളെയും നമുക്ക് ബെറ്റർ ഓഫ് ചെയ്യാൻ പറ്റൂല വിത്തൗട്ട് മേക്കിംഗ് സംവൺ വേഴ്സ് ഓഫ്, ഒരാളെ വേഴ്സ് ഓഫ് ചെയ്യാതെ. അപ്പൊ അതിനണ്ടറിൽ നമുക്ക് 3 തരത്തിലുള്ള എഫിഷ്യൻസീസ് വരുന്നുണ്ട്. കൺസംഷൻ എഫിഷ്യൻസി വരുന്നുണ്ട്, പ്രൊഡക്ഷൻ എഫിഷ്യൻസി വരുന്നുണ്ട്, പ്രൊഡക്റ്റ് മിക്സ് എഫിഷ്യൻസി വരുന്നുണ്ട്. കൺസംഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ കൺസ്യൂമേഴ്സ് ഈക്വൽ ആവണം. പ്രൊഡക്ഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻസ് ബിറ്റ്വീൻ ഫേംസ് ഈക്വൽ ആവണം. പ്രൊഡക്റ്റ് മിക്സ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഈ മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷനും മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷനും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ പറയുന്ന പാരീറ്റോ ഒപ്റ്റിമാലിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് എക്സാമിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനുള്ളത്. ഇനി രണ്ടാമത്താണ് കാൾഡർ ഹിക്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയ. നിങ്ങൾ കാൾഡർ ഹിക്സ് എന്ന് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ കോമ്പൻസേഷൻ എന്നുള്ള വേർഡ് കൂടി നിങ്ങൾ പഠിക്കണം. കാരണം കോമ്പൻസേഷൻ എന്നുള്ള വേർഡ് കിട്ടിയാൽ നിങ്ങൾക്ക് ഇതിന്റെ ആൻസർ ചെയ്യാൻ പറ്റും. എന്താണ് കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പോ നമ്മുടെ വണ്ടി പോയിട്ട് ഇപ്പൊ ഞാനിങ്ങനെ, വോയിസിൽ വേരിയേഷൻ ഉണ്ടോ? ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെ ആണോ, അതോ ഇപ്പോഴും വേരിയേഷൻ ഉണ്ടോ? ഈ മൈക്ക് ഇത് ഒരു സ്ഥലത്ത് ഒതുങ്ങി നിൽക്കുന്നില്ല. എന്റെ പുതിയ മൈക്കാണ്, പുതിയ ഹെഡ്സെറ്റ് ആണ്. പക്ഷെ അതൊരു ഭാഗത്ത് നിൽക്കുന്നില്ല, അതിങ്ങനെ താന്നു പോവാണ്.
അതുകൊണ്ടാണോ എനിക്ക് അറിയൂല കേട്ടോ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണോ? അശ്വതി, മെഹബൂബ? ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ നിങ്ങൾ കാൾട്ടർ ഹിക്സിന്റെ കേസിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കോമ്പൻസേഷൻ എന്ന് പറയുന്ന ആ ഒരു വേർഡ് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ പഠിച്ചു വെക്കണം. കോമ്പൻസേഷൻ എന്താ? കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ എന്റെ ഒരു ബൈക്ക് ഇപ്പൊ അഗ്ന വർഗീസിന്റെ ഒരു ബൈക്കുമായിട്ട് കൂട്ടിയിടിച്ചു. എന്റെ ഭാഗത്താണ് തെറ്റ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? അഗ്നക്ക് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും, അല്ലെ? ഒരു പരിഹാരം കൊടുക്കേണ്ടി വരും. അതാണ് കോമ്പൻസേഷൻ. അപ്പൊ ഒരു പോളിസി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ വേഴ്സ് ആയിട്ട് ആ, ആ പോളിസി ബാധിക്കുന്ന ആളുകളും ഉണ്ടാകും, വേഴ്സ് അല്ലാണ്ട് ആ പോളിസി ബാധിക്കുന്ന ആളുകളും ഉണ്ടാവും. ഗെയിനേഴ്സ് ഉണ്ടാവും, ലൂസേഴ്സും ഉണ്ടാവും. അപ്പൊ ആ പോളിസിയിൽ ഗെയിനേഴ്സ് എന്ത് ചെയ്യണം? ലൂസേഴ്സിന് കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ പറയുന്ന കാൾട്ടർ ഹിക്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഇവിടെ ഒരു പുഴയുണ്ട്. ഇവിടെ ഒരു പുഴയുണ്ട്. ഒരു പുഴയാണ് കേട്ടോ. അതിന്റെ ചിത്ര കഴിവ് അങ്ങനെ കൂടുതലായതുകൊണ്ട് കുറെ വെള്ളമൊക്കെ ഉണ്ട്. ഓക്കെ. ഈ ഈ പുഴയുടെ അടുത്ത് ഞാനൊരു, അല്ലെങ്കിൽ മെഹബൂബ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ബിസിനസ് നടത്തുന്നുണ്ട്, ഒരു വലിയ ബിസിനസ് നടത്തുന്നുണ്ട്. ഈ ബിസിനസ് നിന്ന് വേസ്റ്റുകളൊക്കെ പുഴയിലേക്കാണ് പോകുന്നത്. ഇവിടെ ഞാനുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടുന്ന് മീൻ പിടിക്കുന്നുണ്ട്. മീൻ പിടിച്ചിട്ടാണ് ഞാൻ എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും മെഹബൂബ ഇങ്ങനെ വേസ്റ്റ് വെള്ളത്തിലേക്ക് തള്ളിയിടുകയാണെങ്കിൽ അത് ഈ വെള്ളത്തെ പൊല്യൂട്ടഡ് ആക്കുകയും മീനുകളൊക്കെ ചാവുകയും ചെയ്യും. അപ്പൊ ഇവിടത്തെ ഈ ഒരു വിഷയത്തിന്റെ ഇതില് ഗെയിനർ ആരാണ്? ബേസിക്കലി മെഹബൂബയാണ് ഗെയിനർ, അല്ലേ? ഞാൻ ലൂസർ ആണ് ഇതില്. എന്റെ ഉപജീവന മാർഗമായിട്ടുള്ള മീനുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നഷ്ടപ്പെട്ടു പോവാണ്. മഹബൂബക്ക് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ബിസിനസ് നന്നായിട്ട് നടക്കുന്നുണ്ട്, അത് നന്നായിട്ട് പുരോഗമിക്കുന്നുണ്ട്. അപ്പൊ കാൾഡർ ഹിക്സ് പറഞ്ഞത് എന്താന്ന് വെച്ചാല്, ഈ ഗെയിനർ എന്ത് ചെയ്തിരിക്കണം? ഹൈപ്പത്തറ്റിക്കലി ലൂസറിന് കോമ്പൻസേഷൻ കൊടുത്തിരിക്കണം. ഇത് റിയൽ ആയിട്ട് കൊടുക്കണം എന്നല്ല. ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഈ ഇതിൽ നിന്ന് ലാഭം കിട്ടുന്ന മെഹബൂബ ഈ ലാഭത്തിന്റെ ഒരു പോർഷൻ ലൂസർ ആയിട്ടുള്ള എനിക്ക് കോമ്പൻസേഷൻ ആയിട്ട് തരികയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? അതാണ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയൻ എന്ന് പറഞ്ഞാൽ. അക്കോർഡിംഗ് ടു ദിസ് ക്രൈറ്റീരിയൻ, എ പോളിസി ചേഞ്ചസ് ഈസ് ഡിസൈറബിൾ ഇഫ് ദ ഗെയിനേഴ്സ് ഫ്രം ദ ചേഞ്ച് ക്യാൻ ഹൈപ്പോത്തറ്റിക്കലി കോമ്പൻസേറ്റ് ദ ലൂസേഴ്സ് ആൻഡ് സ്റ്റിൽ റിമൈൻ ബെറ്റർ ഓഫ്. അപ്പൊ ഞാൻ എന്തിനാണ് ഈ മീൻ പിടിക്കുന്നത്? എന്റെ കുടുംബജീവിതം നയിക്കാനാണ്. അപ്പൊ എന്റെ കുടുംബത്തിൽ നിന്ന്, അല്ലെങ്കിൽ മീൻ വിറ്റിട്ട് എനിക്ക് കിട്ടുന്ന ദിവസം 1000 രൂപയാണ്. മെഹബൂബ എനിക്ക് 2000 രൂപ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ദിവസം. അപ്പൊ എനിക്ക് ലാഭം 2000 രൂപ വാങ്ങുന്നില്ലേ? ഇതാണ് കാൾഡർ ഹിക്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയ. ഇത് വളരെയധികം നമ്മുടെ എക്കണോമിക്സിലും സോഷ്യോളജിയിലും ഒക്കെ ഒരുപാട് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായിരുന്നു വെച്ചാല്, നമ്മള് പരീറ്റോ ഒപ്റ്റിമാലിറ്റിയിൽ പറഞ്ഞു സമ്മൺ ബെറ്റർ ഓഫ് ആക്കണമെന്നുണ്ടെങ്കിൽ സമ്മൺ വേഴ്സ് ഓഫ് ആവണം, അല്ലെ? ഒരാളെ ബെറ്റർ ഓഫ് ആക്കണം എന്നുണ്ടെങ്കിൽ ഒരാൾ വേഴ്സ് ഓഫ് ആവും സ്വാഭാവികമായിട്ടും. അപ്പൊ ഒരു ലൂസറും ഒരു ഗെയിനറും അവിടെ ഉണ്ട്. പക്ഷെ ഇവിടെ ലൂസറും ഗെയിനറും ഉണ്ടെങ്കിൽ പോലും ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ലൂസർക്കും കൂടി ഈ ഒരു സോഷ്യൽ പോളിസിയിൽ ലാഭം കിട്ടുന്നുണ്ട്. ഇപ്പൊ എന്റെ 1000 രൂപ മീൻ പിടിക്കുന്നത് പോകുന്നുണ്ട്, പകരം എനിക്ക് 2000 രൂപ ആര് തരുന്നുണ്ട്? മെഹബൂബ് എനിക്ക് തരുന്നുണ്ട്. ഇവന്തോ ഞാനൊരു ലൂസറാണ്, എനിക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഇവിടെ ലാഭം കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ അവിടെ ഉള്ളതുകൊണ്ടാണ് ഇതിനെ കാൾഡർ ഹിക്സ് കോമ്പൻസേഷൻ ക്രൈറ്റീരിയ ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ പരീറ്റോ ഒപ്റ്റിമാലിറ്റിയേക്കാൾ ഒന്നും കൂടി അടിപൊളിയാവാനുള്ള പ്രധാനപ്പെട്ട കാരണം. പക്ഷേ ഇതിനും വന്ന ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ, ഈ കോമ്പൻസേഷൻ യഥാർത്ഥത്തിൽ നടക്കണം എന്നില്ല. നമ്മൾ പറഞ്ഞു ഹൈപ്പോത്തറ്റിക്കലാണ്, നടക്കണമെന്നില്ല. അപ്പോ ഈ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള കോമ്പൻസേഷനെ കവറപ്പ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പറയുന്ന സ്കിറ്റ്സ്കോവിസ്കി പാരഡോക്സ് എന്ന് പറയുന്ന ടൈബർ സ്കിറ്റ്സോവിസ്കി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്കിറ്റ്സോവിസ്കി പാരഡോക്സ് കടന്നു വരുന്നത്.
അപ്പൊ സ്കിറ്റ്സോവിസ്കി പാരഡോക്സ് പറയുന്നത് 1941 ഇത് നിങ്ങളുടെ എക്സാമിന്റെ പോയിന്റ് ഓഫ് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമുക്ക് ഓരോ പാരഡോക്സ് നമുക്ക് പഠിക്കാനുണ്ടാവും. അപ്പൊ നമുക്ക് നിങ്ങൾ ഇന്റർനാഷണൽ എക്കണോമിക്സിൽ ഒരു പാരഡോക്സ് പഠിച്ചിട്ടുണ്ടാവും. ഹെക്ഷർ-ഓഹ്ലിൻ തിയറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാപിറ്റൽ അബണ്ടന്റ് കൺട്രീസ് എന്ത് ചെയ്യണം? ക്യാപിറ്റൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യണം, എന്നിട്ട് എക്സ്പോർട്ട് ചെയ്യണം. ലേബർ കൺട്രീസ് ലേബർ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് എക്സ്പോർട്ട് ചെയ്യണം. പക്ഷെ അതിന് ഒരു കോൺട്രഡിക്ഷൻ വന്നിട്ടുണ്ട്. ആ പാരഡോക്സിന്റെ പേര് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഏതായിരുന്നു ആ പാരഡോക്സ്? യെസ്, ലിയോണ്ടീഫ് പാരഡോക്സ് അല്ലെ. ലിയോണ്ടീഫ് എന്ത് ചെയ്തിട്ടുണ്ട്? വാസ്ലി ആൻഡ് ലിയോണ്ടീഫ് ഒരുപാട് പഠനം നടത്തിയിട്ട് പറഞ്ഞത് ക്യാപിറ്റൽ അബണ്ടന്റ് ആയിട്ടുള്ള US ബേസിക്കലി ക്യാപിറ്റൽ അല്ല എക്സ്പോർട്ട് ചെയ്യുന്നത്, അവര് ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ക്യാപിറ്റൽ ഗുഡ്സ്. പകരം എന്ത് ചെയ്യുന്നുണ്ട്? അവര് എക്സ്പോർട്ട് ചെയ്യുന്നത് ലേബർ ഗുഡ്സ് ആണ് എന്നുള്ളത്. അത് ഹെക്ഷർ-ഓഹ്ലിൻ തിയറിക്ക് ഒരു എന്താ പറയുക, ഒരു കോൺട്രഡിക്ഷൻ ആയിരുന്നു. നമുക്ക് ഗിഫൺ പാരഡോക്സ് ഉണ്ട്, വെബ്ലൻ പാരഡോക്സ് ഉണ്ട്, ദെൻ അബ്ബ ലേണർ ഉണ്ട്, അതുപോലെ തന്നെ കെന്നത്ത് ആരൂയുടെ പാരഡോക്സ് ഉണ്ട്, കെയ്ൻസിന്റെ പാരഡോക്സ് ഉണ്ട്. കെയ്ൻസിന്റെ പാരഡോക്സിന്റെ വാട്ട് ഈസ് ദ നെയിം ഓഫ് കെയ്ൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത പാരഡോക്സിന്റെ പേരെന്തായിരുന്നു? ഒരു സേവിങ്ങുമായി ബന്ധപ്പെട്ട പാരഡോക്സ് ഉണ്ടായിരുന്നു. യെസ്, പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ്. ഇനി ആഡം സ്മിത്തിന്റെ പാരഡോക്സ് ഏതായിരുന്നു? ആഡം സ്മിത്തും ഒരു പാരഡോക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഡയമണ്ട് വാട്ടർ പാരഡോക്സ്, എക്സാക്ട്ലി. അപ്പോൾ ഇങ്ങനെയുള്ള കുറെ പാരഡോക്സുകൾ എക്കണോമിക്സിലുണ്ട്. പാരഡോക്സ് എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ കോഴിക്കോട് വയനാട്ടിലേക്ക് യാത്ര ചെയ്യുന്നതാണ് നമ്മൾ കരുതുന്നത്. പക്ഷെ അതിന് പകരമായിട്ട് കോഴിക്കോട് കൊയിലാണ്ടിയിലേക്കാണ് പോകുന്നതെങ്കിൽ ഇതാണ് പാരഡോക്സ്. നോർമൽ ഉണ്ടാവുന്നത് എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് നടക്കുന്നതാണ് പാരഡോക്സ്. അപ്പോ ഇതില് ഓക്കെ, അപ്പൊ സ്കിറ്റ്സോവിസ്കി പാരഡോക്സ് പ്രകാരം പറയുന്നത് വൺ ഇക്കണോമിക് സിറ്റുവേഷനിൽ നിന്ന് മറ്റൊരു ഇക്കണോമിക് സിറ്റുവേഷനിലേക്കുള്ള യാത്ര അത് നല്ലതാണ് എന്ന് നമ്മൾ പറയണം എന്നുണ്ടെങ്കിൽ അതിന്റെ കേസ് എന്തായിരിക്കും? ഈ ഗെയിനേഴ്സ് എന്ത് ചെയ്യണം? ലൂസേഴ്സിനെ കോമ്പൻസേറ്റ് ചെയ്യണം. നമ്മൾ നേരത്തെ കാൾഡർ ഹിക്സ് കോമ്പൻസേഷനിലും ഈ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇവിടെ അത് ഹൈപ്പോത്തറ്റിക്കൽ ആയിരുന്നു, അത് റിയാലിറ്റിയിൽ നടക്കണമെന്നില്ല. പക്ഷെ സ്കിറ്റ്സോവിസ്കി പാരഡോക്സിൽ നമ്മൾ പറയുന്നത് റിയാലിറ്റിയിൽ എന്ത് നടക്കുമെന്നുള്ളതാണ്. റിയാലിറ്റിയിൽ ഗെയിനേഴ്സ് ലൂസേഴ്സിനെ കോമ്പൻസേറ്റ് ചെയ്യണം. ആ സമയത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് സോഷ്യൽ വെൽഫെയർ ഇൻക്രീസ് ചെയ്യാൻ പറ്റുള്ളൂ. കാൾഡർ ക്രൈറ്റീരിയൻ ലൂസേഴ്സിന് കോമ്പൻസേഷൻ കിട്ടും എന്ന് പറഞ്ഞു, പക്ഷെ അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോ സ്കിറ്റ്സോവിസ്കി എന്ന് പറഞ്ഞ ഡബിൾ ക്രൈറ്റീരിയൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് ട്രൂ വെൽഫെയർ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുക, ഒരു പോളിസി ട്രൂ ആയിട്ട് വെൽഫെയർ ഇംപ്രൂവ്ഡ് ആവുക സിറ്റുവേഷൻ എന്ന് പറഞ്ഞാല് ഗെയിനർ എപ്പോഴും എന്ത് ചെയ്യണം? ഒരു ലൂസറെ കോമ്പൻസേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ റിവേഴ്സ് മൂവ്മെന്റ്, അതായത് ലൂസർ ഗെയിനറെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രൂപത്തിലാവരുത്. അതായത് മെഹബൂബ എനിക്ക് എന്താണ് അവര് വേസ്റ്റ് തള്ളുന്നതിന് പകരമായിട്ട് എനിക്ക് പൈസ തരുന്ന വേണം, അല്ലാതെ ഞാൻ എന്ത് ചെയ്യരുത്? ഇതൊക്കെ സഹിച്ചിട്ട് അങ്ങോട്ട് കോമ്പൻസേഷൻ കൊടുക്കുന്ന രൂപത്തിലേക്ക് മാറരുത്. ഇതാണ് സ്കിറ്റ്സോവിസ്കി പാരഡോക്സ് പറയുന്നത്. അപ്പൊ നിങ്ങൾ സ്കിറ്റ്സോവിസ്കി പാരഡോക്സ് എന്താണെന്നുള്ളതൊന്നും UGC നെറ്റ് എക്സാമിന് ചോദിക്കില്ല. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കുക, 1947-41 അതുപോലെ സ്കിറ്റ്സോവിസ്കി പാരഡോക്സ് വന്നിട്ടുള്ളത് കാൾഡർ ഹിക്സ് കോമ്പൻസേഷൻ പ്രിൻസിപ്പിളിനെ എതിരായിട്ടാണ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത ഒന്നാണ് എന്ത്? വെൽത്ത് മാക്സിമൈസേഷൻ ക്രൈറ്റീരിയൻ എന്നുള്ളത്. വെൽത്ത് മാക്സിമൈസേഷൻ ക്രൈറ്റീരിയ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എക്സാമിന് ചോദിക്കുന്നതാണ്. അത് റിച്ചാർഡ് പോസ്നർ ആണ് വെൽത്ത് മാക്സിമൈസേഷൻ ക്രൈറ്റീരിയ കൊണ്ടുവന്നിട്ടുള്ള ആള്. റിച്ചാർഡ് പോസ്നർ. അത് പലപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ. ചേരുംപടിയായിട്ട് നമ്മൾ പറയില്ല A to B, A2, B1,
C3D4 എന്നൊക്കെ നമ്മൾ പറഞ്ഞിങ്ങനെ ചേരുമ്പടി ചേർക്കൂലേ, അതിൽ റിച്ചാർഡ് പോസ്നർ ആണ് വെൽത്ത് മാക്സിമൈസേഷൻ ക്രൈറ്റീരിയ കൊണ്ടുവന്നത് എന്ന് നിങ്ങൾ പ്രത്യേകം ഓർത്തു വെക്കണം. ഈ ക്രൈറ്റീരിയൻ പ്രകാരം ഒരു പോളിസി സോഷ്യലി ഡിസയറബിൾ ആകുന്നത് ആ സൊസൈറ്റിയുടെ ടോട്ടൽ മോണിറ്ററി വെൽത്ത് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ്. ഒന്നും കൂടി പറയുന്നു, ഒരു പോളിസി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് എന്തു ആവട്ടെ, ആ ചേഞ്ച് അത് നല്ലതാവുന്നത് ആ സൊസൈറ്റിയിലെ മോണിറ്ററി വെൽത്ത്, മണി വാല്യൂ ഇംപ്രൂവ് ചെയ്യുമ്പോൾ മാത്രമാണ്. വെൽത്ത് മെഷർ ചെയ്യുന്നത് ത്രൂ മാർക്കറ്റ് പ്രൈസ് ആൻഡ് വില്ലിംഗ്നെസ് ടു പേ rather than യൂട്ടിലിറ്റി വെച്ചിട്ടല്ല വെൽത്തിനെ മെഷർ ചെയ്യുന്നത്, പകരം മാർക്കറ്റ് പ്രൈസും വില്ലിംഗ്നെസ് ടു പേയും കൺസിഡർ ചെയ്തിട്ടാണ്. അതായത് ഈ ഒരു സിറ്റുവേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, റിസോഴ്സസ് എന്ത് ചെയ്യണം, ഹയസ്റ്റ് മാർക്കറ്റ് വാല്യൂ ഉള്ളതിലേക്ക് മൂവ് ചെയ്യണം. ഹയസ്റ്റ് മാർക്കറ്റ് വാല്യൂ ഏതിനാണോ അതിലേക്ക് എന്ത് ചെയ്യണം, റിസോഴ്സസ് മൂവ് ചെയ്യണം. ഇത് നിലവിൽ ലീഗൽ എക്കണോമിക്സിലും പ്രോപ്പർട്ടി റൈറ്റ് അനാലിസിസിലും പബ്ലിക് എക്കണോമിക്സിലും ഒക്കെ വളരെ വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞു 3 ക്രൈറ്റീരിയകളാണുള്ളത്. ഒന്ന് പരീറ്റോ ഒപ്റ്റിമാലിറ്റി. പറഞ്ഞു എ സിറ്റുവേഷൻ ഈസ് said to be Pareto optimal when no individual can be made better off without making another individual worse off. നമുക്ക് ഒരു ഇൻഡിവിജ്വലിനെ നന്നാക്കാൻ പറ്റൂല മറ്റൊരാളെ വേർഡ്സ് ഓഫ് ആക്കാണ്ട്. അപ്പൊ 3 എഫിഷ്യൻസീസ് ആണ് പാരീറ്റോ ഒപ്റ്റിമാലിറ്റിയിലുള്ളത്. കൺസംഷൻ എഫിഷ്യൻസി, പ്രൊഡക്ഷൻ എഫിഷ്യൻസി, പ്രൊഡക്റ്റ് മിക്സ് എഫിഷ്യൻസി. കൺസംഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂഷൻ ബിറ്റ്വീൻ കൺസ്യൂമേഴ്സ് ഈക്വൽ ആവണം. പ്രൊഡക്ഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ, മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഈക്വൽ ആവണം. പ്രൊഡക്റ്റ് മിക്സ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഇക്വാലിറ്റി ബിറ്റ്വീൻ മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ ആൻഡ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ ഈക്വൽ ആവണം. ഇനി കോമ്പൻസേഷൻ ക്രൈറ്റീരിയ ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ട് കോമ്പൻസേഷൻ കൊടുക്കുകയാണ്. ലൂസേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഗെയിനേഴ്സ് ആയിട്ടുള്ള ആളുകൾ കൊടുക്കണം എന്നുള്ളത്. പക്ഷെ ഇത് ഹൈപ്പോത്തറ്റിക്കൽ ആണ്, ഇത് കൊടുക്കണം എന്ന് നിർബന്ധമില്ല. അപ്പൊ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് സ്കിറ്റ്സോബിസ്കി പാരഡോക്സ് വന്നു 1941. ടൈബർ സ്കിറ്റ്സോബിസ്കി ആണ് കൊണ്ടുവന്നത്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാല് ഒരു ഡബിൾ ക്രൈറ്റീരിയൻ ഉണ്ട്. നമുക്ക് കോമ്പൻസേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, മറിച്ച് എന്ത് ചെയ്യണം, ഗെയിനർ ആയിട്ടുള്ള ആള് ലൂസർ ആയിട്ടുള്ള ആൾക്ക് തന്നെ കോമ്പൻസേഷൻ കൊടുക്കണം എന്നുള്ളൊരു ഡബിൾ ക്രൈറ്റീരിയൻ കൊണ്ടുവന്നു. റിച്ചാർഡ് പോസ്നർ ആണ് വെൽത്ത് മാക്സിമൈസേഷൻ ക്രൈറ്റീരിയ കൊണ്ടുവന്ന ആള്. റിച്ചാർഡ് പോസ്നറുടെ കേസിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പോളിസി അത് സോഷ്യലി ഡിസൈറബിൾ ആണ് എന്ന് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റണം, മോണിറ്ററി വെൽത്ത് ഓഫ് ദ സൊസൈറ്റി ഇംപ്രൂവ് ചെയ്യണം. ആ സൊസൈറ്റിയിലുള്ള മോണിറ്ററി വെൽത്ത് എന്ത് ചെയ്യണം, ഇംപ്രൂവ് ചെയ്യണം. ആ മോണിറ്ററി വെൽത്ത് ഇംപ്രൂവ് ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അതിനെ കാണാൻ പറ്റുക. ഓക്കെ, ഇതാണ് നമുക്ക് ഇന്ന് ഇത്ര മതി. ബാക്കി നമുക്ക് പബ്ലിക് ഫൈനാൻസുമായിട്ടും കൂടി റിലേറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. എനിക്ക് തോന്നുന്നത് പബ്ലിക് ഫൈനാൻസിനും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്നാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, or we can wind up the session. ഞാൻ PPT ഗ്രൂപ്പിൽ ഇടട്ടോ. Okay, thank you.